സ്ഥാനങ്ങളൊന്നും അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുന്നതിന് തടസ്സമല്ല എന്ന് ഞങ്ങൾ അറിയുന്നു നാഥ. അവിടുത്തെ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണം. അല്പസമയം ഞങ്ങൾ തിരുസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകുവാൻ, ഞങ്ങൾ ആത്മാവിൽ ബലപ്പെടുവാൻ, ഞങ്ങളുടെ ദുഃഖങ്ങൾ മാറുവാൻ, ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറുവാൻ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് അത് വിടുതലായി മാറുവാൻ, ഞങ്ങൾ ബലം ധരിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ അവിടുത്തെ പാടി ആരാധിക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാട്ടുപാടുന്ന നിന്റെ മകളെ നിന്റെ കരങ്ങളിൽ വയ്ക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിന്നെ ആരാധിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നിറച്ചാട്ടെ. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ തക്ക സമയത്ത് ജോയിൻ ചെയ്തു ഞങ്ങൾ ഒരുമിച്ച് തിരുനാമം ഉയർത്തുവാൻ അവിടുന്ന് സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കേട്ട് ഉത്തരവരലുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിയ ഈ വലിയ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്ക് ദൈവത്തെ പാടി ആരാധിക്കുവാൻ ഉള്ള സമയമാണിത്. ലിൻസി നമ്മളോട് കൂടെയുണ്ട്. പ്രിയ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. പാട്ടുകൾ പാടി നമ്മളെ ആരാധനയിൽ ലീഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് കൂടെ പാടുക. കാരണം നമ്മൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മൾ ഇരിക്കുന്നിടത്തേക്ക്, ഒരാൾ പാട്ട് പാടുന്നു എങ്കിലും നമ്മൾ ഒരുമിച്ചാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഇസ്രായേൽ ജനം ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചതുപോലെ ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട മക്കളായ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ ഒരുങ്ങണം. അതിനായി നമ്മളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സിസ്റ്റർ ലിൻസി തോമസ്. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് നിങ്ങളോട് ആയിരിക്കാൻ ദൈവം തന്ന അവസരത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്ത പാസ്റ്ററുകളോടും ലിൻഡ ആൻറ്റിയോടുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ സ്നേഹത്തെ അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് എസ്പെഷ്യലി നമ്മുടെ വചനം പറയാൻ പോകുന്ന ദൈവദാസനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവദാസൻ്റെ കൂടെ ഒന്നിച്ചുള്ള ഈ മീറ്റിംഗ് അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെയും ഹല്ലേലൂയ ആയിരിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നിച്ച് നമ്മുടെ കർത്താപ്പച്ചനെ പാട്ടുകൾ പാടി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഹൃദയം ഒന്ന് നന്ദിയാൽ നിറഞ്ഞാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഒന്നിനും കുറവില്ലാതെ ദൈവം നമ്മളെ നടത്തി. ഹല്ലേലൂയ സ്തോത്രം. ആ കർത്താപ്പച്ചനെ ഹല്ലേലൂയ നന്ദി നിറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. നമുക്കൊന്ന് ദൈവത്തിന് ആരാധന അർപ്പിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആരും സഹായമില്ലാതെ ഇരുന്നപ്പോൾ ദൈവം നമുക്ക് സഹായമായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ആ കർത്താപ്പച്ചനെ നമുക്കൊന്ന് വർഷിപ്പ് ചെയ്യാം. ഹല്ലേലൂയ. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ നമ്മുടെ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. ഹല്ലേലൂയ സ്തോത്രം. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവനായ സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പം നമ്മൾ കരയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മളെയോ കാക്കക്കുഞ്ഞുങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. അപ്പം ദൈവം നമുക്ക് ഇറങ്ങി വന്ന് ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കർത്താപ്പച്ചനെ ഹല്ലേലൂയ അനുഗ്രഹമായി ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ദൈവത്തെ ഒന്ന് വർഷിപ്പ് ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. Thank you, Lord. Hallelujah. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങൾ
നടത്തിയ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവേ, അങ്ങേക്കൊന്ന് ആരാധന അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നടത്തിയ വിധങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നിനും കുറവില്ലാതെ നമ്മളെ നടത്തിയ കർത്താപ്പച്ചനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഡിസംബർ 31 നോക്കിയിരിക്കേണ്ട ദൈവത്തെ ഒന്ന് നന്ദി പറയാനായിട്ട് നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ഇപ്പോഴേ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് തുടങ്ങാം. ഹല്ലേലൂയ. ഈ വർഷങ്ങളിലെല്ലാം ദൈവം നമ്മളെ സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. ഹല്ലേലൂയ. ഈ അവസാനത്തെ മാസത്തിലും ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ഹല്ലേലൂയ കരുതിയ കരുതലിനെ ഒന്ന് ഓർത്ത് നോക്കിക്കാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നടത്തിയ വിധങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വേണ്ടി കരുതുന്നവനായ കർത്താപ്പച്ചനാണ്. നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്നവനായ കർത്താപ്പച്ചൻ, നമ്മളെ കൈവിടാത്തവന്. ഹല്ലേലൂയ. നമ്മുടെ കർത്താപ്പച്ചനല്ലാതെ മറ്റാരുമല്ല. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ പരീക്ഷകൾ ഒത്തിരിയുണ്ട്, വേദനകൾ ഒത്തിരിയുണ്ട്. പക്ഷെ നമുക്കൊന്ന് പറയാം, പരീക്ഷകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം ദൈവം കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ചോദിക്കേണ്ട എന്തിനെന്ന് ചോദിക്കുന്നില്ല. അതുകൊണ്ട് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം അനുകൂലമെങ്കിൽ ആരാണ് പ്രതികൂലം? ഹല്ലേലൂയ സ്തോത്രം. ഇനി സമയത്ത് നമുക്ക് ഒന്നിച്ച് കരങ്ങളൊക്കെ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് വാഴ്ത്താം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.
നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താപ്പച്ചനെ, ഹല്ലേലൂയ, സ്തോത്രം. ഇത്രത്തോളം നമ്മളെ വഴി നടത്തിയ കർത്താപ്പച്ചനെ എത്ര സ്തുതിച്ചാലും നമുക്ക് മതി വരത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോഴും നമ്മുടെ കൂടെ തീരുന്ന കർത്താപ്പച്ചൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നടത്തിയ വഴികളെയൊക്കെ ഒന്ന് ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കരുതന്നെ ഒന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഉന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അത്ഭുതവാനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആ നടത്തിയ വഴികളൊക്കെ ഒന്ന് ഓർക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. Thank you, Jesus. Hallelujah. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നനച്ചിടുമ്പോ നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നനച്ചിടുമ്പോ സ്തുതിക്കുവാനായിരം നാവു പോരായേ എങ്കിലും ആവോളം പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവു പോരായേ എങ്കിലും ആവോളം പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാ, അതിശയവാ, മാത്രമൻ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമൻ ദൈവമെന്നും. പഠിക്കാണ്ട്. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമൻ ദൈവമെന്നും. ഹല്ലേലൂയ. അത്ഭുതവാനായ ദൈവത്തെ, അതിശയവനായ കർത്താവിനെ സ്തുതിച്ചാട്ടെ.
ചാട്ട കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അല്പസമയം അപ്പച്ചന്റെ പാദപെടുത്തിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അപ്പച്ചന്റെ സാന്നിധ്യത്തോടെ ഉള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പിന്നെ അപ്പച്ച അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകണേ. വചനം പറയാൻ പോകുന്ന ദേവദാസനായ സ്തോത്രം എടുത്ത് ഉപയോഗിക്കുമാറാകണേ. ഇതിന് പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗ് നടത്തുന്ന ലീഡ് ചെയ്യുന്ന ദേവദാസനെയും ദൈവം അനുഗ്രഹിക്കണേ. ഇതിന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ദൈവജനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണേ കർത്താവേ. മാനവ മാത്രം കർത്താവിനെ മാത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥനയാചനം കേട്ടതിനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. താങ്ക് യു സിസ്റ്റർ ലിൻസി. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ പാടിയ പാട്ടുകൾ നമ്മളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ ഓരോ വരികളും പലപ്പോഴും നമ്മൾ പാട്ടുകൾ പാടുമ്പോൾ അതിൻ്റെ ഈണവും അതിൻ്റെ താളവും ഒക്കെ നോക്കിപ്പോകും. എന്നാൽ അതിൻ്റെ ആ വാക്കുകൾ, അതിൻ്റെ ലിറിക്സിൻ്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കാതില്ല. അതിശയവാനായ നമ്മളുടെ ദൈവം, തിന്മയൊന്നും ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു ദൈവം. തിന്മയെന്ന് നമ്മൾക്ക് തോന്നുമെങ്കിലും അതിനെ നന്മയായി മാറ്റുന്ന, കാരണം യോസഫിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ സഹോദരങ്ങൾ തിന്മയ്ക്കായി ആലോചിച്ച് ചെയ്തതിനെ നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തിയ ഒരു ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ തിന്മയ്ക്കാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കായി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് നമ്മൾക്ക് ഇന്ന് ദൈവസന്നിധിയിലായിരിക്കാം. കാരണം നമ്മൾ ചുമ്മാതെ അല്ല വന്നിരിക്കുന്നത്. ദൈവം ഓരോരുത്തരെയും, കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച ഒരു കാര്യമാണ്, വാട്ട് ഈസ് യുവർ പേഴ്സ്പെക്റ്റീവ്? നമ്മളുടെ പേഴ്സ്പെക്റ്റീവും ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മളുടെ പേഴ്സ്പെക്റ്റീവ്, നമ്മളുടെ കാഴ്ചപ്പാടും ദൈവത്തിന്റെ കാഴ്ചപ്പാടും നമ്മൾ തിരിച്ചറിയാം. കാരണം നമ്മളുടെ കാഴ്ചപ്പാടിലാണ് നമ്മൾ പലപ്പോഴും പോകുന്നത്. എന്നാൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരുമ്പോൾ മാത്രമേ ദൈവം എന്താണ് ഒരുക്കുന്നത്, ദൈവം എന്തിനു വേണ്ടി നമ്മളെ ഇതിലേക്ക് കടത്തി വിടുന്നു, നമ്മൾ കടന്നു പോകുന്ന പാതകളുടെ പ്രാധാന്യം നമ്മളുടെ ജീവിതത്തിൽ എന്ത് എന്ന് മനസ്സിലായി. ചുറ്റും നിൽക്കുന്ന ജനത്തിന് ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. അവർ പറയും മിണ്ടാതിരിക്കാൻ പറയും. അവർ പറയും ഇവരെന്തോതിനാ ഇത്ര ശബ്ദം ഉണ്ടാക്കുന്നത്, ഇത്ര സ്തുതിക്കുന്നത് എന്തിനാണെന്ന് അവർ പറയും. എന്നാൽ അവരുടെ പേഴ്സ്പെക്റ്റീവ് അല്ല നമ്മളുടെ പേഴ്സ്പെക്റ്റീവ്. നമ്മളുടെയും അവരുടെയും പേഴ്സ്പെക്റ്റീവ് അല്ല ദൈവത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ്. നമ്മൾക്ക് ഇന്ന് ദൈവത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്തെന്ന്, നമ്മളുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്തെന്ന് കർത്താവെ എനിക്ക് വ്യക്തമാക്കി തരണമേ. അത് കർത്താവിൻ്റെ ദാസനിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവവചനത്തിലെ പേഴ്സ്പെക്റ്റീവ്സ് എന്താണ്, ദൈവവചനത്തിലെ കാഴ്ചപ്പാടുകൾ എന്താണ്, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ്, എന്നെക്കുറിച്ചുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്നുള്ള ചിന്തയോടെ നമ്മൾക്ക് ഇരിക്കാം. അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നു. നമ്മൾ സ്റ്റീവ് പാസ്റ്ററുടെയൊക്കെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവര് സൗഖ്യത്തോടെ ഭവനത്തിൽ ചെന്നിരിക്കുന്നു. പിതാവിൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്ന സമയമാണ്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ മിനിയുടെ ഫാദർ പ്രിയ ബാബു ബ്രദറിൻ്റെ സർജറിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സർജറി കഴിഞ്ഞു. കാലിൻ്റെ മുട്ടിന് താഴ്വശം മുറിച്ചു കളഞ്ഞു. എന്നാൽ സൗഖ്യത്തോടെ ഭവനത്തിലായിരിക്കുന്നു. പൂർണ്ണമായ ഹീലിംഗ് ലഭിക്കുവാനായി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന പല വിഷയങ്ങളും, നമ്മൾ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു പ്രിയ മകളുടെ വിവാഹത്തിന് വേണ്ടി ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം തൻ്റെ പ്രവൃത്തികളെ തികയ്ക്കും. പുതിയതായി ഒരു പ്രാർത്ഥനാ വിഷയം പറയാനുള്ളത്, ഞങ്ങളുടെ അടുത്ത ഒരു ഫ്രണ്ട് അനിലിൻ്റെയും ഫാമിലിയിൽ അനിലിൻ്റെ ഇളയ പൈതൽ ജൊസായ ഹോസ്പിറ്റലിലാണ്. കാരണം ഹി ഹാവ് ഇമ്മ്യൂണിറ്റി ഇഷ്യൂസ്. വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. ഇപ്പം 2 ആഴ്ചയോളം
ഐ ഹോസ്പിറ്റലായിട്ട് ആ കുഞ്ഞിനെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത്, അവർക്ക് വേറെ 2 കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ക്യാൻസർ പേഷ്യൻസിന് ദൈവം വിടുതൽ കൊടുത്തു. ജൂബിന്, ചിനുവിന്, ദീപുവിന് ഒക്കെ ദൈവം വിടുതൽ കൊടുത്തു. എന്നാൽ ആ വിടുതൽ പൂർണ്ണമാക്കുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പ്രസാദിനായി, വത്സയ്ക്കായി പ്രാർത്ഥിക്കാം. അതുപോലെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഡോക്ടർ അലക്സിനായി, ഉഷയ്ക്കായി പ്രാർത്ഥിക്കാം. ഹ്യൂസ്റ്റണിൽ പ്രിയ തമ്പിക്കായി പ്രാർത്ഥിക്കാം. ബെറ്റ്സിക്കായി പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും, രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. വിവാഹപ്രായം എത്തി നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോലിക്കായി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാട്ടിലും മറ്റും ആയിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. കോളേജിലും സ്കൂളിലും ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞ പോലെ സെമസ്റ്റർ അവസാനമാണ് ഇവിടെ. ആ കുഞ്ഞുങ്ങളെ ഓർത്ത്, പരീക്ഷ എഴുതുവാൻ പ്രിപ്പയർ ചെയ്യുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. കുടുംബങ്ങളെ ഓരോന്ന് ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ശാരീരികമായ പ്രയാസങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നൈജീരിയ, അതുപോലെ മറ്റ് ഈ സുവിശേഷ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമായി നടക്കുന്ന പല രാജ്യങ്ങളുണ്ട്. അവിടെ ഉള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങളൊക്കെ ഓർത്തുകൊണ്ട് സിസ്റ്റർ പൊന്നമ്മ ജെയിംസ് ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനും നീതിമാനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വൈകിയ വേളയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പല ടൈം സോണിലായി കർത്താവേ, അല്ലെ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന കർത്താവെ, അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോലും തിരുവചനം പറയുന്ന പോലെ ഞങ്ങൾ വിവിധ വിഷയങ്ങളുമായി, ഭാരങ്ങളുമായി ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവെ, പറയപ്പെട്ട ഓരോ വിഷയത്തിന്മേലും ദൈവത്തിന്റെ കരുതല് ഹല്ലേലൂയ അങ്ങ് ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പേരുവരായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരുടെയും ഭാരങ്ങൾ അങ്ങ് അറിയുന്നു, ആവശ്യങ്ങൾ അങ്ങ് അറിയുന്നു. അവരുടെ ഹൃദയങ്ങൾ സ്വർഗം അറിയുന്നല്ലോ, അവരുടെ വേദനകളെ സ്വർഗം അറിയുന്നല്ലോ. അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന കർത്താവിന്റെ ദാസനായി ഓമച്ചാനായി എന്റെ മാമയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ ദാസനെ ദാസിയെ ശക്തമായി പിന്നെയും ഹല്ലേലൂയ ഉപയോഗിക്കുമാറാകണമേ. ക്രൂശിന്റെ മറവിൽ മറച്ചുകൊള്ളുമാറാകണമേ. എല്ലാ ശാരീരിക ബലഹീനതയിൽ നിന്നും ദൈവം പൂർണ്ണമായ ഒരു വിടുതലും ആശ്വാസവും ദൈവം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകാൽ ഹല്ലേലൂയന്റെ ദാസൻ പറഞ്ഞ രോഗികളായി ഭാരപ്പെടുന്നവരോട് ദയ കാണിക്കണമേ. ദൈവത്തിന്റെ വിടുതലിന്റെ കരം അവരുടെ മേൽ ചൊരിയുമാറാകണം. പ്രത്യേക ഹോസ്പിറ്റലായിരിക്കുന്ന ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം നീട്ടുമാറാകണമേ. ആ പൊൻചെങ്കോൾ പൈതലിന് വേണ്ടി നീട്ടുമാറാകണമേ. ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തുമെന്ന് ഞങ്ങളുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് പൂർണ്ണമായ ഒരു വിടുതലും ആശ്വാസവും അയക്കണമേ. ക്യാൻസർ രോഗികളായി ഭാരപ്പെടുന്നവരോട് ദയ കാണിക്കണമേ കർത്താവേ. സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും കരം നീട്ടണമേ. പൂർണ്ണ ആരോഗ്യത്തോടെ ബലത്തോടെ അവരെ ഹല്ലേലൂയ ദൈവം സംരക്ഷിക്കുമാറാകണമേ. കഴിഞ്ഞ നാളുകളിൽ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് കൊടുത്ത വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പൂർണ്ണമായ ഒരു വിടുതൽ അവർക്ക് ആവശ്യമുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവിന് വേണ്ടി അവർ നന്ദിയോടെ ദേശനെ നിലനിൽപ്പാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേക ദീപുവിനായി, ചിന്നുവിനായി പ്രാർത്ഥിക്കുന്നു, യൂബിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പേര് പറയുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ വിടുതൽ അവരുടെ മേൽ ദൈവം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആർത്തിക സഹജമായ രോഗത്തിലായിരിക്കുന്നവരുണ്ട്, ക്ഷീണത്തിലായിരിക്കുന്നവരുണ്ട്. ദൈവം അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞവരുണ്ട്, വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവേ. അവർക്കൊക്കെ തക്കതായ തുണയെ ഒരുക്കി ദൈവം മാനിക്കേണ്ടതിനായി ഹല്ലേലൂയ അവർ ആഹാരങ്ങൾ അറിയേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
കുടുംബ പ്രശ്നത്തിലായിരിക്കുന്നവരുണ്ട്. അവരുടെ വിഷയങ്ങളെ സ്വർഗം ഏറ്റെടുക്കണമേ. സമാധാനത്തോടെ സന്തോഷത്തോടെ അവരുടെ കുടുംബജീവിതവും ക്രിസ്തീയ ജീവിതവും നയിപ്പാൻ തക്കവണ്ണം അവരെല്ലാം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നൈജീരിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പെർസിക്യൂഷനിലൂടെ കടന്നു പോകുന്ന രാജ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, സുവിശേഷത്തിന് അനുകൂലമാക്കി ദൈവം തീർക്കുമാറാകണമേ കർത്താവേ. അനേകർക്ക് ഹല്ലേലൂയ വലിയ പ്രതികൂലങ്ങൾ ഈ നാളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രതികൂലങ്ങളെ മാറ്റി ഹല്ലേലൂയ സുവിശേഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ദൈവമേ സൃഷ്ടിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക യാത്രയിലായിരിക്കുന്നവർക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശ്രീഭാസ്കർ കുടുംബവും യാത്ര ചെയ്ത് ക്ഷേമത്തോടെ ഭവനത്തിൽ എത്തിയല്ലോ. പിതാവിന് പൂർണ്ണമായ വിടുതലും ആശ്വാസവും നൽകേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ രോഗികളും ദുഃഖത്തിലും ഭാരത്തോടെ വേദനയോടും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ പഠനത്തിലൊക്കെയും ഏറ്റവും ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട വിധത്തിൽ അവരായി തീരുവാൻ, ദൈവ ഭാവി ധന്യകരമായി തീരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ലഹരികൾക്ക് അടിമകളായിരിക്കുന്നവരുണ്ട്, ദൈവമേ അവരെ പുറത്തു കൊണ്ടുവരണം. ദൈവത്താൽ അവർ സന്ദർശിക്കപ്പെടുവാൻ, ദൈവസ്നേഹം അവർ വിളിച്ചറിയുവാൻ തക്കവണ്ണം സ്വർഗ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സുവിശേഷ വേലയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ പ്രാർത്ഥിക്കുന്നു. നാഥ അവരെ സഹായിക്കണമേ. ഇന്ന് വർഷിപ്പ് ചെയ്ത പ്രിയമകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തിയോടെ പിന്നെ ഉപയോഗിക്കണമേ. ആയിരങ്ങളുടെ മധ്യ കർത്താവേ ഹല്ലേലൂയ ശക്തമായ ഒരു ശുശ്രൂഷ ഹല്ലേലൂയ അതിന്റെ മകൾ ചെയ്തെടുപ്പാൻ നമ്മളെ പിന്നെ ശക്തീകരിക്കണമേ. ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ അഭിഷക്തനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശക്തമായ വചനം ശുശ്രൂഷിപ്പാൻ ജനത്തിനൊരു വലിയ വിടുതലും ഹല്ലേലൂയ അനുഗ്രഹവുമായി തീരുവാൻ അപ്പ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന നാളുകളിൽ വരവിൽ പ്രത്യാശയോടെ വിശുദ്ധിയോടെ ഞങ്ങളുടെ ജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കുമാറാകണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട അനേകരുണ്ട് കർത്താവേ. അനേകരുടെ ജോലി നാളുകൾ നഷ്ടപ്പെടുകയാണല്ലോ. ദൈവമേ അവർക്ക് വേണ്ടി ദൈവം കരുതുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ രാജ്യത്തിന് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ലൊരു ഭരണം കാഴ്ചവെക്കുവാൻ ദൈവം സഹായിക്കണം. ഈ രാജ്യത്തിന് സമാധാനം കൽപ്പിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളെല്ലാം സമാധാനത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. ഞങ്ങൾ പറയപ്പെട്ട ഓരോ വിഷയത്തിന്മേലും ദൈവിക വിടുതൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു കർത്താവേ. സകലവും ചെയ്തു വെച്ച് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. ഇതായതോ നീ കേൾക്കണം പിതാവേ. ആമേൻ ആമേൻ. സ്തോത്രം. താങ്ക് യു ജെസ്സി സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ നമ്മളുടെ കർത്താവിന്റെ വലിയ നാമത്തില് വന്ദനം ചൊല്ലുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മൾക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിയ ഈ അവസരത്തിനായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പലർക്കും പലയിടങ്ങളിലും പലതിനും ഒക്കെ പോകാമായിരുന്നുവെങ്കിലും നമ്മൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലാകുവാൻ, ഇതിന് വേണ്ടി സമയം വേർതിരിക്കുവാൻ മനസ്സ് കാണിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ അനീഷ് തോമസിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മളുടെ കൂടെ പലപ്പോഴും വന്ന് വചനം ശുശ്രൂഷിച്ച് നമ്മളെ സഹായിച്ചിട്ടുള്ള കർത്തൃദാസനാണ്. തൻ്റെ ബിസി സ്കെഡ്യൂളിൽ രാവിലെ എഴുന്നേറ്റ് നമ്മളുടെ കൂടെ ആയിരിക്കുവാൻ കാണിച്ച സന്മനസ്സിന് ദൈവനാമത്തില് നന്ദി പറയുന്നു. തൻ്റെ ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ. തൻ്റെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും സഭയെയും ഒക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അടുത്ത 1 മണിക്കൂർ, അതിലല്പമായാലും കുഴപ്പമില്ല, കർത്താവിൻ്റെ ദാസനെ ദൈവം നയിക്കുന്ന വിധത്തിൽ വചനത്തിൽ നിന്നും ശുശ്രൂഷിക്കും. നമ്മൾക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ, ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനുള്ളത് കർത്താവിൻ്റെ ദാസനെ ഉണ്ട് എന്ന് അറിഞ്ഞ് അത് വിശ്വസിച്ച് നമ്മൾക്ക് പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കാം. വീഡിയോ ഓൺ ചെയ്യാവുന്നവര് വീഡിയോ ഓൺ ചെയ്ത് സാഹചര്യങ്ങൾ അനുവദിക്കുന്നെങ്കിൽ വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ അനീഷ് തോമസ്. കർത്താവിൻ്റെ ധന്യവേറിയ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ നിങ്ങളോട് എല്ലാവരോടും കൂടെ ചേർന്ന കർത്താവിനെ സ്തുതിപ്പാനും ദൈവത്തിൻ്റെ വിശുദ്ധ വചനവുമായി നിങ്ങളെ ശുശ്രൂഷിപ്പാനും ദൈവം അനുവദിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഈ പ്രയർ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട തോമസ് മത്തായി അങ്കിള്, പ്രിയ ലിൻഡെ ആൻറ്റി, അപ്പോൾ തന്നെ
വിവിധ ഇടങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഈ പ്രത്യേകമായ പ്രാർത്ഥനാ കൂട്ടത്തെ ദൈവം പൂർവാധികം ശക്തീകരിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ഓരോ ദൈവിക ഇടപെടലുകൾ നിമിത്തം എല്ലാവരും അനുഗ്രഹിതരാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ആരാധനകൾക്ക് നേതൃത്വം നൽകിയ വാത്സല്യ സഹോദരിക്കായി സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും അർത്ഥവത്തായ ഗാനങ്ങൾ പാടി ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു കൊണ്ടിരുന്നല്ലോ. നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യത്തെ പൂർണ്ണമായി അനുഭവിപ്പാൻ തുടർന്നുള്ള വചന ശുശ്രൂഷയിലും ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമ്മൾ ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം ഇടപെടുന്ന ഒരു വാക്യം യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷക്കാരനായ യോശുവയോട് അരുളി ചെയ്തത്: എൻ്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. After the death of Moses, the servant of the Lord said to Joshua, the son of Nun, Moses' assistant, Moses, my servant, is died. Now therefore arise, go over this Jordan. മലയാളത്തില് പുറപ്പെട്ടു പോവാന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് വരുമ്പം വേറൊരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്: എഴുന്നേറ്റ് പുറപ്പെട്ടു പോവുക. സ്തോത്രം. 3 കാര്യമാണ് ദൈവ യോശുവയോട് പറയുന്നത്. 1, എഴുന്നേൽക്കുക. 2, ക്രോസ് ഓവർ, കടക്കുക. 3, കയറുക, എൻ്റർ. സ്തോത്രം. എഴുന്നേൽക്കുക, കടക്കുക, അവകാശമാക്കുക. 40 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന മരുഭൂവാസം, അതിനുശേഷം ഒരുക്കപ്പെട്ട അവകാശത്തിലേക്ക് കടക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം മുതൽ ആവർത്തന പുസ്തകം 34-ാം അധ്യായം വരെ നീണ്ടുനിന്ന മോശയുടെ സുദീർഘമായ ഒരു ശുശ്രൂഷാ കാലഘട്ടം. അതിനുശേഷം ദൈവം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷക്കാരനെ വിളിച്ചു പറയാ: നീ എഴുന്നേക്ക. ആരോടാ എഴുന്നേക്കാൻ പറയണ്ടേ? ബൈബിളിൽ പലരോടും എഴുന്നേക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാളോട് എഴുന്നേക്കാൻ പറയണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ഇരിക്കണം, അല്ലേ? നമ്മൾ പലരോടും ഇന്ന് എഴുന്നേക്കാൻ പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. കാരണം എന്നാ? നമ്മൾ എന്ത് ചെയ്യുക? ഇരിക്കുക. യോശുവ ഇപ്പം ജീവിതത്തിൽ ഇരുന്നു പോയ ഒരു മനുഷ്യനാണ്. പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യർ ഇരുന്നു പോകാം. കണക്കൂട്ടലുകളെ തെറ്റിച്ച് കയറി വരുന്ന ഒരു രോഗം മനുഷ്യനെ ഇരുത്തിക്കളയും, അല്ലേ? ഓടി നടന്ന് ജോലി ചെയ്ത ഒരാൾക്ക് അപ്രതീക്ഷിതമായി കയറി വരുന്ന ഒരു രോഗം ഇരുത്തിക്കളയും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വരുന്ന ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് മനുഷ്യനെ ഇരുത്തിക്കളയും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വീട്ടിൽ വരുന്ന ഒരു മരണം മനുഷ്യനെ എന്ത് ചെയ്ത് കളയും? ഇരുത്തിക്കളയും. അങ്ങനെ വിവിധ കാരണങ്ങളാൽ ഇരുന്നു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെ കയറി വന്ന ഒരു മരണം. യോശുവ എന്തെങ്കിലും ആയെങ്കിൽ അതിൻ്റെ പിൻപിലത്തെ ഒരു കാരണമെന്ന് പറയുന്നത് മോശയാണ്. ആ മോശയുടെ മരണം യോശുവയെ ഇരുത്തിക്കള. ഇതുപോലെ ജീവിതത്തിൽ കടന്നു വന്ന പല പ്രതിസന്ധികളുടെ നടുവിൽ ഇരുന്നു പോയ പല മനുഷ്യരുണ്ട്. ഇതേ സെയിം അർത്ഥം വരുന്ന ഒരു വാക്യം ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ഉൽപ്പത്തി 35-ന്റെ 1 സെയിം കാര്യം തന്നെ എഴുതിയിരിക്കുന്നു. മലയാളത്തില് അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്ക, നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു.
പക്ഷെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നുണ്ടോ? God said to Jacob, arise, go up to Bethel and dwell there. Arise, go up to Bethel. എഴുന്നേറ്റ് ബഥലിലേക്ക് പോകാം. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇവിടെ യാക്കോബും യഥാർത്ഥത്തിൽ ഇരുന്നു പോയി, ജീവിതത്തിൽ ഇരുന്നു പോയി, ലൈഫിൽ ഇരുന്നു പോയി. യാക്കോബ് ഇരുന്നു പോയെന്ന് ഞാൻ പറയുമ്പോൾ അതിന് കാരണമുണ്ട്. നിങ്ങളിൽ പലരും യുഎസിലായതുകൊണ്ട് ആ പത്രം അങ്ങനെ ശ്രദ്ധിക്കാറില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങളുടെ നോസ്റ്റാൾജിയ, ഒരു ഓർമ്മയിലൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അല്ലെ ഓൺലൈനാണേലും കിട്ടും. ഈ മനോരമ പത്രത്തിന്റെ സൺഡേ സപ്ലിമെന്റിനകത്ത് പ്രത്യേകിച്ച് അഡ്വർടൈസ്മെന്റ്, അത് വിവാഹവുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഫ്രേസ് ഉണ്ട്, തൻ്റേതല്ലാത്ത കാരണത്താൽ. കേട്ടിട്ടുണ്ടോ അത്? തൻ്റേതല്ലാത്ത, ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞ് സെക്കൻഡ് മാരേജിന് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്, തൻ്റേതല്ലാത്ത കാരണത്താൽ. ഞാൻ ശരിക്കും ചിന്തിച്ചിട്ടുണ്ട്, അത് ആപ്റ്റായിട്ടുള്ള ഒരാൾ ഈ യാക്കോബ. ഈ മനുഷ്യൻ ഇരുന്നു പോയത് തൻ്റേതല്ലാത്ത കാരണത്താൽ. കാരണം അയാൾ വളരെ സമാധാനത്തോടെ മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് തോന്നിയ ഒരു ബുദ്ധി. ഞാനിപ്പോഴും അമ്മമാരോടൊക്കെ പറയാറുണ്ട്, പിള്ളേരെ എല്ലാം ഒരുപോലെ സ്നേഹിക്കണം. ഒരാളോട് ഇച്ചിരി കൂടുതലും ഒരാളോട് ഇച്ചിരി കുറച്ച് സ്നേഹവും ഡിസ്ക്രിമിനേഷനും ഒന്നും എന്ത് ചെയ്യരുത്, കാണിക്കരുത്. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്കുണ്ടായ ഒരു ചെറിയ കുരുട്ട് ബുദ്ധി. അതുകൊണ്ട് അത് സംഭവിച്ചത് എന്താ? യാക്കോബ് ജനിച്ചു വളർന്ന വീട് അവന് നഷ്ടപ്പെട്ടു, അല്ലേ? സത്യം അതല്ലേ സംഭവിച്ച? ഉൽപ്പത്തി 28 യാക്കോബ് ജനിച്ചു വളർന്ന വീടങ്ങ് നഷ്ടമായി. വീട് നഷ്ടമായപ്പോഴും അമ്മയ്ക്ക് ഓപ്ഷനുണ്ട്. അമ്മ പറഞ്ഞു, നീ ഒട്ടും പേടിക്കേണ്ട, എൻ്റെ വീടിനെക്കാട്ടി ഇപ്പം നമ്മൾ താമസിക്കുന്ന ഈ വീടിനെക്കാട്ടി സേഫാ നിന്റെ അമ്മാച്ചൻ്റെ വീട്, അല്ലെ നിന്റെ അമ്മ വീട്. ഈ ചിലർക്ക് ഈ സ്വന്തം വീട്ടിൽ വന്ന വീടെന്നൊക്കെ പറയുന്ന വലിയൊരു സംഭവം അമ്മ വീട്. അമ്മ വീട്ടിൽ പോകാത്ത ആരുടെ വീട്ടിൽ പോകണ്ടോ? അമ്മ വീട്ടിൽ പോകാത്തവര്. അമ്മ വീടെന്ന് കേട്ടാൽ നമുക്കൊരു 20 വയസ്സൂടെ കുറയും, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആന്നു. അപ്പം ഇപ്പം പുള്ളിക്കാരൻ പറയാ, പേടിക്കൊന്നും വേണ്ട, നിന്റെ അമ്മച്ചൻ നിന്നെ പൊന്നുപോലെ എന്ത് ചെയ്തോളൂ, നോക്കിക്കോളൂ. അങ്ങനെ യാക്കോബ് എന്ത് ചെയ്തു? അമ്മ വീട്ടിൽ ചെന്നു. അവിടെ കുറെ നാൾ താമസിച്ചപ്പോഴാ, പണ്ടാരാണ്ട് പറഞ്ഞ പോലെ മാങ്ങാണ്ടിയോട് എടുക്കുമ്പോഴാ അതിൻ്റെ പുളിപ്പ് മനസ്സിലാകുന്നെന്ന് പറയുന്ന പോലെ അമ്മാച്ചൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായത് അവിടെ വെച്ചാ. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്, ഉൽപ്പത്തി 31:55. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ലാബാൻ അതികാലത്ത് എഴുന്നേറ്റ് തൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ശേഷം അവിടെ ഒന്ന്, അപ്പം അമ്മാച്ചൻ എന്ത് ചെയ്തു? എല്ലാവർക്കും ഒരു ഹഗ് കൊടുത്ത്, ഒരു കിസ് കൊടുത്ത് പറഞ്ഞു വിട്ടു. ഇപ്പൊ യാക്കോബ് റിയാലിറ്റി തിരിച്ചറിഞ്ഞു. അപ്പൻ്റെയും വീട് പോയി, അമ്മയുടെയും വീട് പോയി. സ്വന്തം വീടും, അപ്പൻ്റെ വീടും പോയി, അമ്മയുടെ വീടും പോയി. എന്നാൽ പിന്നെ പുള്ളി വിചാരിച്ചു, ഇനി ഇപ്പം ആരുടെയും പുറകെ നടക്കത്തില്ല, സ്വന്തമായിട്ട്. അതിനിപ്പം ക്രെഡിറ്റ് കാർഡിലാണേലും വേണ്ട, ലോണിലാണേലും കുഴപ്പമില്ല, ഈ അലഞ്ഞതൊക്കെ മതി, സ്വന്തമായിട്ട് ഒരെണ്ണം മേടിക്കാമെന്നും പറഞ്ഞ് പുള്ളി ഒരു സ്ഥലം മേടിച്ചു. മേടിച്ചു. എവിടെ മേടിച്ചു? അതാ മേടിക്കുകയാണെ യാക്കോബ് മേടിച്ചോലൊക്കെ മേടിക്കണം. ഏതേലും ഓണം കയറാൻ മൂലൊന്നും കയറി പോയി മേടിക്കരുത്. മേടിക്കുകയാണെങ്കിൽ നല്ല അന്തസ്സായിട്ട് മേടിക്കണം. അത് ഇച്ചിരി ലോൺ കൂടുതലാണേലും കുഴപ്പമില്ല, മേടിച്ചോണം. യാക്കോബ് മേടിച്ച് എവിടെയാണെന്ന് നോക്കിക്കേ. ആ ഉൽപ്പത്തി 33:18. ഉൽപ്പത്തി 33:18. യാക്കോബ് 16 നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെത്തി പട്ടണത്തിൽ പാളയമടിച്ചു. പട്ടണത്തിനരികെ പാളയമടിച്ചു, അല്ലേ? ആണോ? എന്നിട്ട് താൻ കൂടാരമടിച്ച നിലം ശേഖേമിന്റെ അപ്പനായ ഹമോരിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി. അവിടെ യാഗവീടൊക്കെ പണിത് പട്ടണത്തിനരികെ, ഡാളസിനരികെ, സ്തോത്രം, അല്ലെ ന്യൂയോർക്കിനരികെ, അങ്ങ് ദൂരെയൊന്നും അല്ല, നല്ല പ്രൈം ലൊക്കേഷനിൽ സ്ഥലം മേടിച്ച് അവിടെ ചർച്ചും പിന്നെ വീടും എല്ലാം പണിത് ഡെഡിക്കേഷൻ നടത്തിയതിൻ്റെ പിറ്റേ ദിവസം ഉൽപ്പത്തി 34 പെങ്കൊച്ചൊരു ടൂറിന് പോയി.
എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം ഇത്. ലോകം മുഴുവൻ പിള്ളേരെയും കൊണ്ട് പോയാലും അവർക്കിതൊന്നും ടൂറല്ല. അപ്പൻ്റെ അമ്മയുടെയും കൂടെ പോകുന്നതൊന്നും എന്തല്ല, ടൂറല്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ രഹസ്യം. ഞങ്ങളുടെ പിള്ളേരും അങ്ങനെ തന്നെയാണ്, എവിടെല്ലാം പോകുന്നു. പക്ഷേ അവന്മാർക്ക് ഇതൊന്നും ടൂറല്ല. ടൂർ ആകണമെങ്കിൽ ആരുടെ കൂടെ പോകണം? സ്കൂളിൽ നിന്ന് പോകണം. സ്വത്രം എന്താണെന്നാലും ആ പോക്ക് അതെവിടെ ചെന്നാ കലാശിച്ചെന്ന് നിങ്ങൾക്കറിയാം. ഒടുവിൽ നാട്ടുകാരായ രണ്ടുപേരെന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. വല്ല നാട്ടിലും ചെന്നേച്ച്, അതും വരത്തം ചെന്ന് ആ നാട്ടുകാരോട് വഴക്കുണ്ടാക്കി അവർ വെച്ചേക്കൂ. സത്യം പറഞ്ഞാൽ ഇപ്പൊ യാക്കോബ് റിയലൈസ് ചെയ്തു, അപ്പന്റെ വീടും പോയി, അമ്മയുടെ വീടും പോയി, സ്വന്തമായിട്ട് മേടിച്ചതും പോവാ. ഇരുന്നു പോയി പ്രിയപ്പെട്ടവര്, ഇരുന്നു പോയി. ഹെൽപ്ലെസ് ആയിട്ട് ഇരുന്നു പോയി, നിസ്സഹനായിട്ട് ഇരുന്നു പോയി. അങ്ങനെ ഇരുന്നു പോയ മനുഷ്യനെ ഉൽപ്പത്തി 35:1 ദൈവം വിളിക്കുക, ഡാ എഴുന്നേക്കടാ, എന്തിനാടാ നീ ഇരിക്കുന്നത്? ഇന്നേക്ക് 20 വർഷം മുമ്പ് നീ നിന്റെ അപ്പന്റെ വീട്ടിൽ നിന്ന് ഏകനായിട്ട് പുറപ്പെട്ടു വരുമ്പോ ഞാൻ നിനക്ക് തുറന്നിട്ടിരിക്കുന്ന ഒരു വീട് ബഥേലി കിടപ്പില്ലേ, അത് ദൈവത്തിന്റെ വീടാ. അപ്പൊ ഇന്ന് എനിക്ക് സ്നേഹത്തോട് ഓർപ്പിക്കാനുള്ള ദൂതിത, ഏതെങ്കിലും കാര്യത്തിന്റെ പേരിൽ ഇരുന്നു പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി തുറന്നു കിടക്കുന്ന ഒരു വീടുണ്ട്. അതെവിടാ? ബഥേലില. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് ദൈവം നിനക്ക് വേണ്ടി ഒരു വീട് തുറന്നിട്ടിട്ടുണ്ട്, അത് ബഥേലില. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ചാ ഉണ്ടച്ചാ, തുറന്നു കിടക്കുന്ന ഒരു വീട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് പറ്റും? ആന്നു, നിനക്ക് വേണ്ടി മാത്രം തുറന്നു കിടക്കുന്ന ഒരു വീടായത്. അങ്ങോട്ട് ചെല്ല്, ലൈഫിനെ ചേഞ്ച് ചെയ്യും. ദൈവം ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു അത്ഭുതം അവിടെ ഒരുക്കാൻ പോകുന്നത്. ഇന്ന് വരെ വെളിപ്പെടാത്ത ഒരു അത്ഭുതം ജീവിതത്തിൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാൻ്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള ഒരു അത്ഭുതം ഉണ്ട്. അതിനുവേണ്ടി തന്നെ ആ ദൈവം വീട് തുറന്നിട്ടിരിക്കുന്നു. യാക്കോബിനോടെ പോകാൻ പറഞ്ഞുള്ളൂ, പക്ഷെ യാക്കോബ് കുടുംബത്തെ മുഴുവൻ എങ്ങോട്ട് കൊണ്ടുപോയി? അതാ ഏറ്റവും വലിയൊരു ഒരു റെവലേഷൻ. അതാ യാക്കോബിന് ആ പേഴ്സണൽ കോളിംഗ് ആയിരുന്നു, പക്ഷെ യാക്കോബ് അതെന്താക്കി മാറ്റി? ഒരു ഫാമിലി കോളാക്കി മാറ്റി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പേഴ്സണൽ കോൾ അവിടെ ഒതുക്കരുത്, ഫാമിലി കോളാക്കി തീർക്കണം. പ്രത്യേകിച്ചും വലിയ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഈ വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന ഈ യോഗമില്ലേ, ഇതിനകത്തൊന്ന് കയറ്റി ഇരുത്തിയാൽ മാത്രം മതി, അല്ലെങ്കിൽ ഫാമിലി കോൾ ആയിക്കോളും. സ്തോത്രം. അത്യാവശ്യം നന്നായിട്ടൊക്കെ വചനം പ്രസംഗിക്കുന്ന ദൈവാസന്മാരൊക്കെയാ സ്വാഭാവികമായിട്ട് ഇവിടെ വരാറുള്ളത്. ഇനി അഥവാ ഒരാൾ വന്നാൽ തന്നെ വളരെ കൃത്യമായിട്ട് എങ്ങനെ ദൈവത്തിന്റെ വചനത്തെ കൈമാറണമെന്നുള്ള കാര്യം അത് ഈ പ്രിയപ്പെട്ടവരത് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണൽ കോള് ഫാമിലി കോളാക്കിയ രക്ഷപ്പെട്ടു കേട്ടോ. എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പേഴ്സണൽ കോളുകളെ എന്താക്കി മാറ്റണം? ഫാമിലി കോളുകളാക്കി മാറ്റണം. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ എന്ത് ചെയ്യും? നിവർത്തും. എനിക്ക് ഇന്ന് രാത്രി പറയാനുള്ള ദൂതിതയുള്ളൂ. എവിടെയെങ്കിലുമൊക്കെ കുനിഞ്ഞു പോയെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ഇരുന്നു പോയെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി പോയെങ്കിൽ ദൈവം എഴുന്നേൽപ്പിക്കും. കുനിഞ്ഞിരിക്കുന്ന സ്ത്രീയെ കൂനിയായ സ്ത്രീയെ ദൈവം അവളെ എഴുന്നേൽപ്പിക്കുക. എന്താ അവിടെ കൂനിന്റെ പ്രശ്നം? അവള് ലൈഫിൽ താഴ്ച മാത്രമേ കണ്ടുള്ളൂ അല്ലേ? കുറെ നാളായിട്ട് അവൾ എന്തോ മാത്രമേ കാണുന്നേ? പറ. താഴ്ച. ഒരു 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 ഉയർച്ച അവൾക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെ കണ്ണുകൊണ്ടൊരു നന്മ അവൾ കാണുന്നില്ല. നക്ഷത്രങ്ങളെ അവൾക്ക് കാണാൻ പറ്റുന്നില്ല. സ്വപ്നങ്ങളെ അവൾക്ക് നെയ്തു കൂട്ടാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ താഴ്ച മാത്രം കാണാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീ. കർത്താവ് പറഞ്ഞു, ഇല്ല, നിന്റെ കണ്ണുകൾ താഴ്ച മാത്രം കാണാനുള്ളതല്ല, നിന്റെ കണ്ണുകൾ തകർച്ച മാത്രം കാണാനുള്ളതല്ല, നിന്റെ കണ്ണുകൾ ശൂന്യത മാത്രം കാണാനുള്ളതല്ല, നിന്നെ ഞാനൊന്ന് നിവർത്താൻ പോവാ. ഈ സന്ധ്യയിൽ എനിക്ക് സ്നേഹത്തോടെ നിങ്ങളോടൊരു ദൂത് പറയാനുണ്ട്. ജീവിതത്തിൽ താഴ്ച മാത്രം കാണുന്ന ചില പ്രിയപ്പെട്ടവരെ നോക്കിക്കൊണ്ട് ഞാൻ ആത്മാർത്ഥമായൊരു ദൂത് പറയുക. ഇന്ന് ദൈവം നിന്നെ തൊടും. ഇന്ന് എൻ്റെ വചന ശുശ്രൂഷ തീരുന്നതിന് മുമ്പ് ദൈവം നിന്നെ തൊടും. ഉറപ്പായിട്ടും തൊടും. ഇനി നീ താഴ്ച കാണേണ്ടവളല്ല. നക്ഷത്രങ്ങളെ കാണാൻ ദൈവം നിന്നെ സഹായിക്കും. സ്വപ്നങ്ങളെ കാണാൻ ദൈവം നിന്റെ ജീവിതത്തെ ഒരുക്കും. ഹല്ലേലൂയ. എഴുന്നേൽപ്പിക്കും ദൈവം, എഴുന്നേൽപ്പിക്കും.
എഴുന്നേറ്റാൽ മാത്രം പോരാ, ക്രോസ് ഓവർ, യു എൻറ്റർ. നീ കടക്ക്. എന്തിനെ കടക്കണം? എന്താണോ നിന്നെ ഇരുത്തി കളഞ്ഞത് അതിനെല്ലാം നീ കടക്കണം. സ്തോത്രം, ഹല്ലേലൂയ. എന്താണോ നിന്നെ ഇരുത്തി കളഞ്ഞത് അതിനെല്ലാം കടക്കണം. സത്യത്തിൽ ഈ യോശുവയുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ചരിത്രം, ആ ജീനിയോളജി പഠിക്കുമ്പോൾ അറിയാം, ഇരുന്നു പോയൊരു കുടുംബത്തിലാണ്. പക്ഷെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. എത്ര ഇരുന്നു പോയതാണേലും ദൈവം ഒരുത്തനെ തൊട്ടാൽ അവൻ എഴുന്നേറ്റിരിക്കും. സ്തോത്രം. ദൈവം ഒരുത്തനെ തൊട്ടാൽ അവൻ അപ്പുറം കടന്നിരിക്കും. ഇന്ന് എനിക്ക് പറയാനുള്ള ദൂത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എവിടെ ഇരുന്ന് പോയെന്നൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവം ഒരുത്തനെ ടച്ച് ചെയ്താൽ അവൻ എഴുന്നേറ്റിരിക്കും. എനിക്ക് റാന്നി എന്നുള്ള ഉദ്ദേശിയായോണ്ടേ എനിക്ക് ഈ ബന്ധം പറയുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എൻ്റെ കൂടി വിദേശത്തൊക്കെ ആരെങ്കിലും പാട്ടുകാരൊക്കെ വരുവാണ്, റാന്നിക്കാരെ വല്ലതും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിടത്തുമില്ല, അവരെന്നോട് പറച്ചിൽ നിർത്തത്തുമില്ല. എന്നാൽ ഈ പാട്ടുകാരൊക്കെ വന്നു വെച്ച് പറയും, നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങളെല്ലാം പറഞ്ഞേച്ച് എപ്പോഴേലും കയറി കിടക്കാനായിട്ട് അവരങ്ങ് കയറിപ്പോവും. എനിക്ക് ബൈബിളിൽ നിന്നും പ്രസംഗിക്കുന്ന ഒരു വലിയ ഇഷ്ടമുള്ള കാര്യം ബന്ധങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ യോശുവയുടെ ചരിത്രം ഒന്ന് നിങ്ങളെ വളരെ ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ വന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് വൈകിട്ടത്തെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോയാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് അച്ഛൻ മുമ്പേ പറഞ്ഞത് ഈ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓൺ ചെയ്യാൻ. അതുകൊണ്ട് ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഓൺ ചെയ്ത് ഇരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് പോകല്ല ചപ്പാത്തിയുടെ പുറകെ. അങ്ങനെ പോയാൽ ഇത് മനസ്സിലാകത്തില്ല. സ്നേഹത്തോടെ ഞാൻ പറയാം. വെറുതെ ഞാൻ 45 ഒന്നാതെ തൊണ്ടയും നെഞ്ചും ഇല്ല. ആകെപ്പാടെ ഈ ദിവസങ്ങളിലെല്ലാം പ്രസംഗിച്ച് തൊണ്ടയെല്ലാം ഒരു പരുവായിട്ടിരിക്കുക. അതുകൊണ്ട് വെറുതെ എൻ്റെ വാക്ക് വെറുതെ ആക്കി കളയല്ലേ. അതുകൊണ്ട് സ്നേഹത്തോടെ ഓർപ്പിക്കുക. യോശുവയുടെ ചരിത്രം, ഇരുന്നു പോയവനെ ദൈവം തൊട്ടാൽ എങ്ങനെ എഴുന്നേക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവാം. നമുക്കറിയാം ചരിത്രം അല്ലേ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് അല്ലേ. യാക്കോബിന് ഉള്ള മക്കള്, അതിൽ അപ്പൻ ഏറ്റവും സ്നേഹിക്കുന്ന മോനാണ് ആര്? യോസഫ് അല്ലേ. യോസഫിന് എത്ര പിള്ളേരാ? യോസഫിന് 2 പേര്. ആരൊക്കെയാ അത്? എഫ്രീമും മനശ്ശെ. എന്താ ഈ എഫ്രീമിന്റെ മനശ്ശയുടെയും പ്രത്യേകത? ഈ യാക്കോബിന്റെ അടുക്കൽ ഈ യോസഫ് ഒരു ദിവസം എഫ്രീമിനെ മനശ്ശെ അനുഗ്രഹിക്കാനായിട്ട് കൊണ്ട് നിർത്തി. അത് അവരുടെ ഒരു പതിവാ. ഉൽപ്പത്തി പുസ്തകം 48:17 നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അനുഗ്രഹിക്കാൻ കൊണ്ട് നിർത്തിയപ്പം വളരെ ക്രമത്തിന് അസംബ്ലിഡ് ആയിട്ടാണ് കൊണ്ട് നിർത്തിയത്. ആദ്യം കൊണ്ട് നിർത്തിയത് ആരെയാ? മനശ്ശെയാ. തൊട്ടിപ്പുറത്ത് ആരെയും നിർത്തി? എഫ്രീമിനെ. പക്ഷേ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന മനശ്ശയുടെ തലയെ കൈവെക്കാതെ യാക്കോബ് എന്ത് ചെയ്തു? ആ കൈയെടുത്ത് ലെഫ്റ്റിൽ നിൽക്കുന്ന എഫ്രീമിന്റെ തലയെ വെച്ചു. എന്നിട്ട് ലെഫ്റ്റിലെ കൈയെടുത്ത് എന്ത് ചെയ്തു? ഇങ്ങനെ എന്ത് ചെയ്തു? മനശ്ശയുടെ തലയിലും വെച്ചു. റൈറ്റിലെ കൈ എഫ്രീമിന്റെ തലയിൽ, ലെഫ്റ്റിലെ കൈ മനശ്ശയുടെ തല. അപ്പം യാക്കോബിനോട് യോസഫ് പറഞ്ഞു, അപ്പച്ച തെറ്റിപ്പോയി, ഇങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പതിവെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും റൈറ്റിലെ കൈ ആരുടെ തലയിലാണ് വരേണ്ടത്? ആരാണോ മൂത്തവൻ അവന്റെ തലയിലാണ് എന്ത് ചെയ്യേണ്ടത്? റൈറ്റ് ഹാൻഡ് വരേണ്ടത്. അപ്പച്ചൻ പറഞ്ഞു, എടാ ഞാൻ ചുമ്മാതെ ചെയ്തതല്ല, ദൈവം എനിക്ക് തന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ ചെയ്തതാ. അവനൊരു വലിയ ജാതിയൊക്കെ ആവും. ആര്? മനശ്ശ. പക്ഷേ മനശ്ശയെക്കാട്ടി വലിയ ജാതി ആരാകും? എഫ്രീം ആകും. അപ്പം അങ്ങനെ എഫ്രീമിന്റെ മേലൊരു അനുഗ്രഹമൊക്കെ കിട്ടി. പിന്നൊരു കാര്യം, ഈ മനുഷ്യൻ കൈവച്ചുകൊണ്ടല്ല ആയെന്ന് വിചാരിക്കരുത്. ചിലർ വിചാരിക്കുന്നത് എവിടെയെങ്കിലും ഒരിടത്ത് പോയി ഒരു അനുഗ്രഹം കിട്ടിയാൽ പിന്നെ ജീവിതം മുഴുവൻ അങ്ങനൊന്നും മധ്യസ്ഥന്മാരൊന്നും തൊട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. തൊടുവാണെ തൊടേണ്ട ഒറ്റ ഒരുത്തൻ തൊടണം. ആരാ? ഏക മധ്യസ്ഥൻ. ആരാ? ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു. യേശു തൊട്ടാൽ മാത്രമേ ജീവിതം മാറത്തുള്ളൂ. ജീവിതത്തെ തൊടാൻ മറ്റാർക്കും പറ്റത്തില്ല. ഒരു കാര്യം ഓർത്തോണം, വേറെ ആര് തൊട്ടാലും ജീവിതം മാറത്തില്ല. ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്നല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ല. മനുഷ്യൻ തൊട്ടിട്ട് ലൈഫ് മാറിയോ എന്ന് നോക്കിക്കേ.
ഈ ഞാൻ ഇനിയും എഫ്രൈമിൻ്റെ ആ ജീനിയോളജി പറയാൻ പോവാണേ. ഒരു വാക്യം എടുത്തു. 1 ദിനവൃത്താന്തം, ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 7 വേഴ്സസ് 20 to 27, 20 മുതൽ 27 വരെ. എല്ലാവരും ഒന്ന് എടുത്തു. മ്യൂട്ട് ഓൺ ചെയ്ത് നല്ലതായിട്ട് മലയാളം വായിക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കാവോ? നല്ലതായിട്ട് വായിക്കാൻ അറിയാമെങ്കിലേ വായിക്കാവുള്ളേ, അല്ല ഞാൻ തന്നെ വായിച്ചോളാം. നിങ്ങൾ വെറുതെ തപ്പി തടയേണ്ട കാര്യമില്ല. ഈ ഞാൻ വായിച്ചു. 1:7 മുതൽ 20 മുതലോ? 20 മുതൽ താഴോട്ട് വായിച്ചു. ഞാൻ പറയാം. എഫ്രൈമിന്റെ പുത്രന്മാർ ആ. ശൂദേലഹ്, ആ. അവന്റെ മകൻ ബേരദ്, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ ഏലാദ, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ സബാദ്, അവന്റെ മകൻ ശൂദേലഹ്, എസേർ, ഏലാദ. ഇവർ ആ ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിപ്പാൻ ചെന്നതുകൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു. അടുത്ത വാക്യം കൂടെ വായിച്ചു. അവരുടെ പിതാവായ എഫ്രൈം ഏറിയ നാൾ വിലപിച്ചു കൊണ്ടിരുന്നു. അവന്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. അടുത്തത്. പിന്നെ അവൻ തന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. തന്റെ ഭവനത്തിന് അനർത്ഥം ഭവിച്ചതുകൊണ്ട് അവൻ അവന് ബെരിയാവ് എന്ന പേർ വിളിച്ചു. മധുസങ്ങൾ നന്നായിട്ട് വായിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വായിച്ചെന്ന് മനസ്സിലായോ എഫ്രൈമിന് എത്ര പിള്ളേരുണ്ടെന്ന്? വേണ്ട, ഇനിയിപ്പം തപ്പണ്ട. ഇനിയും തപ്പിയ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. എഫ്രൈമിന്റെ പുത്രന്മാർ, ശ്രദ്ധിച്ച് കേട്ടോണേ. ഇപ്പം തപ്പരുതേ, എഴുതിയെടുത്താൽ കുഴപ്പമില്ല. ഇനിയിപ്പം വായിക്കാൻ പോകരുത്. ഇനി ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നമ്മുടെ തോമസ് മത്തായങ്ങളുടെ കയ്യിലോ ലിൻഡാൻ്റെ കയ്യിലോ എൻ്റെ നമ്പറുണ്ട്. ഫോൺ വിളിക്കേണ്ട, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടേക്ക്. പാസ്റ്റർ പറഞ്ഞ തെറ്റാ, ഇങ്ങനല്ല അങ്ങനെയാണെന്നൊന്ന് പറഞ്ഞാൽ മതി. ഞാനിനി പറയാൻ പോവാ, ശ്രദ്ധിച്ച് കേട്ടോണം. എഫ്രൈമിന് 4 പുത്രന്മാർ. ആരൊക്കെയാ? ശൂദേലഹ്, ഏസർ, എലേഥ, ബെരയാവ്. ഒന്നുകൂടെ പറയാം. എഫ്രൈമിന് 4 പുത്രന്മാർ. ശൂദേലഹ്, ഏസർ, എലേഥ, ബെരിയാവ്. അപ്പം നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ പിന്നെ പറഞ്ഞിരിക്കുന്ന കുറെ പിള്ളേരുടെ പേര്, അത് ഞാൻ പറയാം. എഫ്രൈമിന്റെ മൂത്ത മകന്റെ പേരാ ശൂദേലഹ്. അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 7 പേരുടെ പേരാ പിന്നെ പറഞ്ഞിരിക്കുന്നത്. ശൂദേലഹ്, ബേരദ്, തഹത്ത്, എലേഥ, തഹത്ത്, സാബദ്, ശൂദേലഹ്. അത് എഫ്രൈമിന്റെ മൂത്ത മകൻ ശൂദേലഹിന്റെ 7 പിള്ളേരെ നിങ്ങൾ കൂട്ടിയാൽ മതി. ആ ചാപ്റ്റർ അങ്ങ് പോട്ടെ. പിന്നെ ശൂദേലഹിന്റെ തൊട്ട് താഴെ 2 അമ്മമാരുണ്ട്. പേരെന്തൊക്കെയാ? ഏസറും എലേഥയും. ഒന്ന് പറഞ്ഞേ, ഏസറും എലേഥയും. ഒന്ന് പറഞ്ഞേ പ്രിയപ്പെട്ടവരെ, ഏസറും എലേഥയും. എന്താ ജോലി? IT-യിലാണോ? അല്ല. പിന്നെന്താ പരിപാടി? അതാ, IT-യിലും അല്ല, മെഡിക്കൽ ഫീൽഡും അല്ല. ഇച്ചിരി റോബറി കേസാ, ചെറിയ ചെറിയ തരികിട മോഷണം, അല്ലറ ചില്ലറ മോഷണം. ഇപ്പം ആരുടെ കന്നുകാലികളെ മോഷ്ടിക്കാൻ പോയി? അവിടെ അമേരിക്കയിലെ അവരുടെ കന്നുകാലിയെ മോഷ്ടിക്കാൻ പോയപ്പോൾ അവരെന്ത് ചെയ്ത് കളഞ്ഞു? കൊന്നു കളഞ്ഞു. ഇതാരുടെ വീടിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത് മനസ്സിലായോ? വല്യപ്പം കൈ പിണച്ചു വെച്ച് കഷ്ടപ്പെട്ട് അനുഗ്രഹിച്ച. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ, മനുഷ്യൻ കൈവച്ചാൽ വല്ല ഗുണവും ഉണ്ടാവുമോ? ജീവിതം മാറണമെങ്കിൽ ദൈവം സ്പർശിക്കണം. ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുക, കർത്താവിൻ്റെ ഒരു ടച്ച് ഉണ്ടായാൽ നിന്റെ ലൈഫ് മാറും. സ്തോത്രം. സക്കായി ഓടുന്നതിൻ്റെ കാരണം അതാ. സക്കായിക്ക് മനസ്സിലായി, ഇവൻ തൊട്ടാൽ എൻ്റെ ജീവിതം മാറും. സ്തോത്രം. ഞാൻ ചോദിച്ച, സക്കായി നീ എന്തിനാടാ ഓടുന്നത്? അത് ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് 15 മൈൽ അപ്പുറത്താ
കഴിഞ്ഞ ആഴ്ച യേശു ഒരുത്തനെ തൊട്ടെഴുന്നേൽപ്പിച്ചത്, അതും കല്ലറയ്ക്കകത്തുനിന്ന്. അവൻ എങ്ങനെയുള്ളവനാന്ന് കാണാനായിട്ടാ ഞാനിപ്പോ ഓടുന്നത്. ഓടിച്ചെന്ന് കയറി സ്റ്റക്കായ ദൈവത്തേല, മരത്തേല ആന്നു. ഞാൻ ചോദിച്ചു, മരത്തെ കയറിയോ വല്ലതും രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, മരത്തെ കയറി ഒറ്റ ഒരുത്തനും രക്ഷപ്പെട്ടിട്ടില്ല. അഹത്തെഫോല് ബുദ്ധിയുടെ രാക്ഷസനായിരുന്നു, അവസാനിച്ചത് മരത്തേല. അബ്ശാലോ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായിരുന്നു, അവസാനിച്ചത് മരത്തേല. യൂദ പണസഞ്ചി കയ്യിലുണ്ടായിരുന്ന മനുഷ്യനാ, അവസാനിച്ചത് മരത്തേല. സ്തോത്രം. ഞാൻ ചോദിച്ചു, പിന്നെന്തിനാടാ നീ മരത്തെ കയറിയത്? എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എങ്ങനെയല്ലേ യേശുവിനെ ഒന്ന് കാണണം. അപ്പം കർത്താവ് എൻ്റെ അടുക്ക ചെന്ന് നിന്ന്, ഇതായി കർത്താവിൻ്റെ പ്രത്യേകത. ആയിരങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ വിളിക്കുക, വിളിച്ചു പറയുക, എടാ സ്റ്റക്കായി കിടക്കുന്നിടത്തുനിന്ന് ഇറങ്ങി വാടാ, ഇറങ്ങി വാ, നീ ഇറങ്ങി വാ, നീ ഇറങ്ങി വാ. എവിടെ സ്റ്റക്കായാലും നീ ഇറങ്ങി വാ. നിനക്ക് വേണ്ടി ഞാൻ ചിലത് ഓപ്പൺ അപ്പ് ചെയ്യാൻ പോവാ. എന്തൊക്കെയാ? ഒന്ന് 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 നിന്റെ ഹൃദയത്തെ ഞാൻ തുറക്കും. 2, നിന്റെ വീടിനെ ഞാൻ തുറക്കും. 3, നിന്റെ ഭാവിയെ ഞാൻ തുറക്കും. 4, നിന്റെ മുമ്പിൽ ഒരു നിത്യതയെ ഞാൻ തുറക്കും. ഇന്ന് എനിക്കൊരു ദൂത് പറയാനുണ്ട്. എവിടെയെങ്കിലും സ്റ്റക്കായി ഇരുന്നു പോയ ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിൻ്റെ ഒരു ടച്ചിന് വേണ്ടി നീ കൊതിച്ചോ. ഷാബാരാധാര ദൈവം ഒരുത്തനെ തൊട്ട് കഴിഞ്ഞ, ദൈവം ഒരുത്തന്റെ ലൈഫിനെ തൊട്ട് കഴിഞ്ഞ നല്ല സൗഖ്യങ്ങൾ ഇന്ന് രാത്രി ഇവിടെ നടക്കും. എനിക്ക് ഉറപ്പാ. കർത്താവ് ചിലരെ തൊടുന്നുണ്ട്. ഒരിക്കലും എഴുന്നേക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ ഇരുത്തി കളഞ്ഞിടത്തുനിന്ന് കർത്താവ് നിന്നെ തൊടുന്ന രാത്രിയായത്. ഞാൻ ഈ സൂമിലൂടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ചിലരെ തൊടുമെന്ന് എനിക്ക് ഉറപ്പാ. ദൈവം ചിലരെ തൊടും, ഉറപ്പാ പ്രിയപ്പെട്ടവരെ. കർത്താവ് നിങ്ങളെ തൊടും. ജീസസ്. അവരുടെ പിതാവായ അവരുടെ പിതാവായ എഫ്രയീം ഏറിയ നാൾ അവരെ കുറിച്ച് ദുഃഖിച്ചു. എന്താ കാരണം? അൺഎക്സ്പെക്റ്റഡ് ലോസ്. സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയി. ഈ അമേരിക്ക വഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ പ്രതീക്ഷയോട് ജീവിതം ആരംഭിച്ചിട്ട് സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയി. പ്രത്യേകിച്ചും തലമുറയിൽ സംഭവിച്ച ട്രാജഡിയൊക്കെ നിമിത്തം ഇരുന്നു പോയ ഒത്തിരി മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഏത് ഇരുന്നു പോയവനെയും തൊട്ടെഴുന്നേൽപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കേണ്ട, പുതിയതൊന്ന് ദൈവം ചെയ്യും. Forget your past. This is your time. God will do something in your life. Yes, you are an appointed person. ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഒരു അപ്പോയിന്റഡാ. ഇന്നത്തെ യോഗം തീരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ഒരു ടച്ച് നിങ്ങളുടെ മേലുണ്ടാവും. എ പേഴ്സണൽ ടച്ച് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക സ്പർശനം. എത്ര പേര് രാത്രി അത് വിശ്വസിക്കുന്നുണ്ട്? ഒരല്പസമയം ദൈവത്തെ സ്തുതിച്ചോ പ്രിയപ്പെട്ടവർ. നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു. ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ. സ്വപ്നങ്ങളില്ലാതായി. അൺഎക്സ്പെക്റ്റഡ് ലോസ്. ഗത്യർ കൊന്നുകളഞ്ഞു. 22-ാം വാക്യം പറയാ, Ephraim their father mourned many days. ഒത്തിരി ദിവസം സങ്കടപ്പെട്ടു. ഈ സന്ധ്യയിൽ എന്നെ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരുന്നു.
ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി ദിവസമായി സങ്കടപ്പെടുന്ന ചില മനുഷ്യർ എന്നെ ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ടേണിംഗ് പോയിന്റിന്റെ ദിവസമാണ്. ജീസസ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേ, അവരുടെ സഹോദരന്മാർ അവരെ എന്ത് ചെയ്യാൻ വന്നു? പറ. ആശ്വസിപ്പിക്കുവാൻ വന്നു. ഈ കൂട്ടത്തിൽ ആരും കാണും? മനസ്സ്. അമേരിക്ക ചെന്നാലും മനുഷ്യയുടെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല. മലയാളി സ്വഭാവത്തിന് ഒരു മാറ്റവും വരത്തില്ലെന്ന് എനിക്കറിയാം. ആരോടും പറഞ്ഞില്ലെങ്കിലും മനസ്സിലാണേലും പറഞ്ഞു. പിന്നെ പറയാൻ പറ്റുവാണെങ്കിൽ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഇതിൻ്റെയൊക്കെ പിന്നിൽ കാരണങ്ങളുണ്ട് പാസ്റ്ററെ. അന്നേ അപ്പനെ വക്രിച്ച് അനുഗ്രഹം എല്ലാം മേടിച്ചപ്പോഴാണ് ഞാൻ ഓർത്തതാ ഇതിങ്ങനെയൊക്കെ വരത്തും. സ്വത്രം ശരിയല്ല ഞാൻ പറയുന്നത്. പിന്നെ അവൻ പോയി ഭാര്യയുടെ അടുക്ക ചെന്നു, ഗർഭം ധരിച്ചു, ഒരു മോനുണ്ടായി, പേരിട്ടു ബെരിയാവ്. ബെരിയാവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അനർത്ഥം. ആ ട്രോമയ്ക്കകത്തൊന്നും കയറാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെയാണ് ദൈവത്തിന്റെ മഹത്വം. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ പറ നിവർത്തും. നിങ്ങൾ ഏത് വലിയ ട്രോമയിലാണേലും ദൈവം നിങ്ങളെ തൊട്ടാൽ നിങ്ങൾ നിവരും. നോക്കിയേ, ഈ ബെരിയാവിന് ഒരു മോളുണ്ടായി. എന്താ അവിടെ പേര് എഴുതിയിരിക്കുന്നത്? 24-ാം വാക്യം. അവന്റെ മകൾ ശേര. അവൾ താഴത്തെയും മേലത്തെയും ബെത്ത് ഹോരോനും ഉസേൽ ശേരയും പണിതു. നിങ്ങൾ ആപത്തിന് പ്രസവിച്ചതല്ല. നിങ്ങളുടെ തലമുറ തകർക്കുന്ന തലമുറയല്ല. നിങ്ങളുടെ തലമുറ പണിയുന്ന തലമുറയാവും. വിശ്വസിക്കാൻ എത്ര പേര് ഇന്ന് രാത്രി തയ്യാറാകും? ഞാൻ ചുമ്മാ അതൊരു പ്രസംഗിക്കല്ല, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇന്ന് രാത്രി ചിലതിനെ നോക്കി ഞാൻ ആത്മാവി പ്രവചിക്കുക, നിന്റെ തലമുറ പണിയുന്ന തലമുറയാകും. പുരാതന ശൂന്യങ്ങളെ പണിയും. കേട് തീർക്കുന്നവരെന്നവർക്ക് പേരാകും. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, യഹൂദന്റെ ജീനിയോളജിയിൽ, യഹൂദന്റെ വംശാവലിയിൽ സാധാരണ ആമ്പിള്ളാറുടെ പേര് വരത്തുള്ളൂ. പക്ഷെ ഇവിടെ പറയുന്ന കേട്ടോ, പെങ്കൊച്ചിന്റെ പേര് അവള് പണിതു. അച്ഛാ വെറുതെ പണിതെന്നല്ല അച്ഛാ, അമ്മമ്മേ അവള് പണിതത്, അവിടെ പേര് ചിലത് പണിതു. ഇന്ന് രാത്രി നീ പറ, എൻ്റെ കുഞ്ഞ് അവിടെ കാലത്ത് ചിലത് പണിയും, അവിടെ പേരിൽ ചിലത് പണിയും, മായ്ക്കാൻ പറ്റാത്തതുപോലെ അവള് ചിലത് പണിയും. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ധൈര്യത്തോടെ പറ, എൻ്റെ തലമുറ മായ്ക്കാൻ പറ്റാത്തതുപോലെ ചിലത് പണിയും. ഭയങ്കര ദൈവസ്ഥാനത്തെ ഞാൻ ഇന്ന് രാത്രി മനസ്സിലാക്കുന്നുണ്ട്. പുരാതന ശൂന്യങ്ങളെ പണിയും, ഇടിവുകളെ പണിയും, ഗ്യാപ്പ് ഫില്ല് ചെയ്യും. സ്പെസിഫിക് ആയ ചിലത് അവൾ പണിയും, കോൺക്രീറ്റ് ആയ ചിലത് അവൾ പണിയും, ഉറപ്പുള്ള ചിലത് അവൾ പണിയും. ഞാനും 3 കുഞ്ഞുങ്ങളുടെ പിതാവാ. ഞാൻ എൻ്റെ തലമുറയെ നോക്കി പ്രവചിക്കുക, നമ്മുടെ തലമുറകൾ പണിയുന്നവരാകും. ഇന്നത്തെ അവസ്ഥ ഓർത്ത് പേടിക്കേണ്ട, ദൈവം ചിലത് ചെയ്യാൻ പോകുന്നു.
നിന്റെ പ്രസന്റ് സിറ്റുവേഷനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. ദൈവം ചിലത് ചെയ്യാൻ പോകുന്നു. പണിയുന്ന തലമുറകൾ, നശിപ്പിക്കുന്ന തലമുറയല്ല, സ്വത്ത് മുടിക്കുന്ന തലമുറയല്ല, ഇല്ലാതാക്കുന്ന തലമുറയല്ല. ധൈര്യത്തോടെ പറ, പണിയുന്ന തലമുറകൾ. ഓ, ബെരിയാവിന്റെ ചരിത്രം ദൈവം മാറ്റുക. ബെരിയാവിന്റെ മകൻ രേഫഗ്, രേഫഗിന്റെ മകൻ രേസഫ്, രേസഫിന്റെ മകൻ തേലഹ്, തേലഹിന്റെ മകൻ തഹൻ, തഹന്റെ മകൻ ലാദൻ, ലാദന്റെ മകൻ അമ്മീഹൂദ്, അമ്മീഹൂദിന്റെ മകൻ എലീശാമ. 9ാമത്തെ തലമുറയിൽ നൂൻ വരിക. എഫ്രീമിന്റെ 9ാമത്തെ തലമുറയിൽ നൂൻ എലീശാമയുടെ മകനായി. 9ാമത്തെ തലമുറയിൽ നൂൻ വന്നിട്ട് അവരടിമത്തത്തില്ല. They are in slavery. സ്തോത്രം. പക്ഷെ അവനൊരു ഹോപ്പുണ്ട്. ഇൻ ദിസ് ഡേയ്സ്, ഈ ദിവസങ്ങളിൽ ദൈവം ഞങ്ങളെ തൊടും. അതുകൊണ്ട് അവൻ പേരിട്ടു. എന്താ പേരിട്ടെ? സംഖ്യ 13:8. അടിമത്തത്തിൽ പറഞ്ഞ കൊച്ചിനവൻ പേരിട്ടു ഹോശയ. രക്ഷ വരും. സംഖ്യ 13:16 യോശുവയ്ക്ക് ഹോശയ എന്നുള്ള പേര് മാറ്റി യോശുവ എന്ന് പേരിട്ടു. ആര്? മോശ പേരിട്ടു. എന്താ അർത്ഥം? യഹോവ രക്ഷകൻ. ലോർഡ് ഈസ് സേവിയർ. ദൈവം രക്ഷിക്കും. വെറുതെ പേരിടുകയല്ലായിരുന്നു. ഡ്യൂട്രോണമി ചാപ്റ്റർ 34 വേഴ്സസ് 9, ആവർത്തനം 34:9. നൂന്റെ മകനായ യോശുവെ മോശ കൈവച്ച് അനുഗ്രഹിച്ചതുകൊണ്ട് വിതിൻ ദ ഫെലോഷിപ്പ്, കൂട്ടായ്മയുടെ അകത്ത് സെർവന്റ് ഓഫ് ഗോഡ് ടച്ച് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ലൈഫ് മാറി. ഫോർഫാദേഴ്സ് മുതൽ നിന്ന് ട്രാജഡി മാറിയത് ഒറ്റ പ്രാർത്ഥന. വിശ്വസിച്ചോണം. ദ 5 ടൈപ്പ് ഓഫ് കേഴ്സസ്, 5 തരം ശാപങ്ങളുണ്ട്. ജനറേഷണൽ കേഴ്സസ് ഉണ്ട്, ജോഗ്രഫിക്കൽ കേഴ്സസ് ഉണ്ട്, ഓൺ ദ ബേസിസ് ഓഫ് സിൻ ബേസ്ഡ് കേഴ്സസ് ഉണ്ട്, സ്പോക്കൺ വേർഡ് കേഴ്സസ് ഉണ്ട്, ട്രോമ ബേസ്ഡ് കേഴ്സസ് ഉണ്ട്. 5 തരം ശാപങ്ങളാണ്. 1, തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് നീണ്ടു നിൽക്കുന്നത്. 2, ദേശത്തിന്റെ ശാപം. 3, പാപനിമിത്തമുള്ള ശാപം. 4, ട്രോമ. ട്രോമ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായ ശൗലിന്റെ മകൻ യോനാഥാൻ, 2 പേരും കൊല്ലപ്പെടുന്ന ആ ദിവസം ഈ യോനാഥാന്റെ ഒക്കെ മകനാ മെഫീബോശത്ത്, അല്ലേ? അവൻ രാജകുലത്തിൽ പെട്ടവനാ. ജനിച്ചതും വളർന്നതും രാജാവിന്റെ എല്ലാ പ്രൗഢിയോടും കൂടെ. പക്ഷെ ശൗലും യോനാഥാനും കൊല്ലപ്പെട്ട രാത്രി അവന്റെ ധാത്രി അവനെ എടുത്തോണ്ട് ഓടുന്ന വഴിക്ക് അവൻ വീണാരായി മാറി? പറ, മുടന്തനായി മാറി, അല്ലേ? പിന്നെ അവനെ കൊണ്ടിട്ടിരിക്കുന്നത് എവിടാ? ഒരു റെഫ്യൂജി സെന്റർ. അത് ലോദേബാർ. ലോദേബാർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വിത്തൗട്ട് ഗ്രീൻ, പച്ചപ്പില്ലാത്തത്. അപ്പം കളർഫുൾ അല്ലാത്ത ഒരു ലൈഫാ, പച്ചപ്പില്ലാത്ത ഒരു ലൈഫ്. നിന്റെ കാലിബർ വെച്ച്, നിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് അങ്ങനെയൊന്നും പോകേണ്ടതല്ലല്ലോ നിന്റെ ലൈഫ്. മെഫീബോശത്തെ, നിനക്ക് എന്നാ പറ്റി? അവൻ പറയും, ഒറ്റ ട്രോമായ എന്നെ കൊണ്ട് ഇങ്ങനെ ആക്കി കളഞ്ഞത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഒരു ദാവീദ് നിന്നെ ഓർക്കും. ഒരു ദാവീദ് ഇന്ന് ഭയങ്കരമായിട്ട് നിന്റെ ടേണിംഗ് പോയിന്റിന്റെ ദിവസം. എനിക്ക് ഭയങ്കര നിയോഗം ഉള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ. ശബനാരകൾ കിടക്ക്. എടാ, കാൽവറി ക്രൂശൽ
തൂങ്ങിക്കിടക്കുന്ന എൻ്റെ യേശുവിന്റെ അപ്പുറത്ത് കിടന്നുകൊണ്ട് ഒരുത്തൻ ചോദിച്ചില്ല, ഞാൻ രക്ഷപ്പെടുമോ, ഞാൻ താമസിച്ചു പോയോ, ഞാൻ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചവനോട് കർത്താവ് എന്താ പറഞ്ഞേ? യു ആർ നോട്ട് ലേറ്റ്. യു ആർ നോട്ട് ലേറ്റ്. ടുഡേ ഈസ് യുവർ ഡേ. അതല്ലേ കർത്താവ് പറഞ്ഞേ? നീ താമസിച്ചിട്ടില്ല, ഈ ദിവസം നിന്റെ ദിവസമാണ്. അതല്ലേ കർത്താവ് പറഞ്ഞേ? ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാ, യു ആർ നോട്ട് ലേറ്റ്. നിങ്ങൾ താമസിച്ചിട്ടില്ല. ടുഡേ ഈസ് യുവർ ഡേ. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. ദൈവം നിന്നെ ടച്ച് ചെയ്യുന്നു. സ്തോത്രം. നോക്കിക്കേ, ദൈവം ഒരുത്തനെ ടച്ച് ചെയ്താൽ എന്നാ സംഭവിക്കും? യോശുവ 4:14. എല്ലാവരുടെയും കണ്ണിന്റെ മുമ്പിൽ ദൈവ യോശുവയെ ആരാക്കി? വലിയവനാക്കി. അല്ലെ? അങ്ങനല്ലേ വായിക്കുന്നത്? On that day, the Lord exalted Joshua in the sight of all Israel. ആ ദിവസത്തിൽ എക്സാൾട്ട് ചെയ്തു ദൈവം, ഉയർത്തി ദൈവം. ഉയർത്തുവോ? ഉയർത്തും. സ്ഥിതി മാറുവോ? മാറും. ഉറപ്പുണ്ടെങ്കിൽ ഈ വചനത്തെ സ്വീകരിച്ചു. This day is your exalting day. ഇത് നിന്റെ ഉയർച്ചയുടെ ദിവസമാണ്. ശമന റഗനാഥ ഗച്ഛനാഥരാധ. വെറുതെ ദൈവം നിന്നെ ഉയർത്തുന്നത് മാത്രമല്ല സഹോദരങ്ങളെ. ദൈവ യോശുവയോട് പറഞ്ഞു, എന്ന് നീ ഉയർത്തപ്പെടുവോ അന്ന് നിനക്കൊരു ടാർജറ്റ് ഉണ്ട്, അന്ന് നിനക്കൊരു ദൗത്യമുണ്ട്, അന്ന് നിനക്കൊരു നിയോഗമുണ്ട്. എന്താ? ആവർത്തനം 9:1. എന്ന് നീ യോർദാൻ കടക്കുവോ അന്ന് നീ അനാക്യരെന്ന ജാതിയെ എതിരിടാൻ ചെല്ലണം. അവന്റെ ശാരീരിക ഭാഷ വിവരിക്കുന്ന എത്രയോ വാക്യങ്ങൾ ബൈബിളിലുണ്ട്. ആവർത്തനം 2:10, 2:21, 9:2. ഇതെല്ലാം അനാക്യന്റെ പ്രത്യേകത വിവരിക്കുന്ന വാക്യങ്ങളാണ്. എന്താ ഈ അനാക്യന്റെ പ്രത്യേകത? അനാക്യരെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആമോസിന്റെ പ്രവചനം 6:2 വായിക്കണം. ആമോസ് 6:2. ആമോസ് പ്രവചനം 6:2. അനാക്യരെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു വാക്യ. നിങ്ങൾ കല്ലേക്ക് ചെന്ന് നോക്കുകയും അവിടെ നിന്ന് മഹതിയായ ഹമാത്തിലേക്ക് ചെല്ലുവീൻ, ഫെലിസ്ത്യരുടെ ഗത്തിലേക്ക് ചെല്ലുവീൻ. അപ്പം ഹമാത്തിൽ ആരുണ്ട്? ഗത്തിൽ ആരുണ്ട്? പറ. ഫെലിസ്ത്യരുടെ ഗത്ത്. ആരുണ്ട്? ഫെലിസ്ത്യരുണ്ട്. ഈ 5 ഫെലിസ്ത്യ പട്ടണങ്ങളെ കുറിച്ചാണ് യോശുവ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. യോശുവ 13:3 ഒന്ന് വായിച്ചു നോക്കിക്കേ. ഞാൻ ഇച്ചിരി നിന്ന് പറയാൻ പോവാം അവിടെ. യോശുവ 13:3 വായിച്ചു നോക്കിക്കേ. 13:3. യോശുവ 13:3 വാക്യം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? കണ്ടോ? ഗസാത്യർ, അസ്തോദിയർ, അസ്കലോനിയർ, ഗിത്യർ, എക്രോനിയർ എന്നീ 5 ഫിലിസ്തീയ പട്ടണങ്ങൾ. ഗസ, അസ്തോദ്, അസ്കലോൻ, ഗത്ത് ആൻഡ് എക്രോൻ. അപ്പം ഫിലിസ്തീയരുടെ 5 പട്ടണങ്ങളിൽ ഒന്നാണ് ഏത്? ഗത്ത്. ഗത്തിൽ താമസിക്കുന്ന അനാക്യരാരാണ്? ഫിലിസ്തീയരാണ്. എന്താ ഈ ഫിലിസ്തീയരുടെ പ്രത്യേകത?
സ്തോത്രം. 1 ദിനവൃത്താന്തം 7 നമ്മൾ വായിച്ചായിരുന്നു. ആര് ചെന്ന ഏസറിനെ ലേതയും കൊന്നുകളഞ്ഞത്? ഗത്യർ അല്ലേ? ഗത്യരല്ലേ? ആണോ? യെസ്. ആണോ? യെസ്. ഇപ്പം യോശുവോട് ദൈവം പറയുക, നിന്റെ പിതാക്കന്മാരുടെ അവകാശത്തെ മുടിച്ച് ഗത്തില്ലേ, ആ ഗത്തിനെ നശിപ്പിക്കാൻ നിന്റെ മേൽ ഞാനൊരു നിയോഗം തരാൻ പോവാ. ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ്. ബലം പ്രയോഗിച്ച് ചിലത് പിടിച്ചെടുക്ക്. ബലാത്കാരനെ ദൈവരാജ്യത്തെ അവകാശമാക്കുന്നു. നിന്റെ പിതാക്കന്മാർക്ക് നഷ്ടപ്പെട്ട ചിലത് നീ തിരിച്ചു പിടിക്കും. നിന്റെ പിതാക്കന്മാർക്ക് കിട്ടാഞ്ഞ ചിലത് നീ തിരിച്ചു പിടിക്കും. സ്തോത്രം. ഓ ഹല്ലേലൂയ. യോശുവയെ ദൈവം നിയോഗിച്ചയക്കുക. ഒന്ന് വായിച്ചേ. യോശുവ 11:12. 11:12. എന്താ അവിടെ വായിക്കുന്നേ? 11:12. ആ രാജാക്കന്മാരുടെ എല്ലാ പട്ടണങ്ങളെയും അവയിലെ രാജാക്കന്മാരെയും ഒക്കെയും യോശുവ പിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കി കളഞ്ഞു, യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചതുപോലെ തന്നെ. കണ്ടോ? ഈ പട്ടണങ്ങളെല്ലാം പിടിച്ചു നിർമൂലമാക്കി. സ്തോത്രം. ഇനി 11:22 നമ്മളൊരു കാര്യം വേറെ കാണുന്നത്. എന്താ കാണുന്നത്? 11:21. ഗസയിലും ഗത്തിലും അസ്തോദിലും മാത്രമല്ലാതെ ഇസ്രയേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അനാക്യനും ശേഷിച്ചിരുന്നില്ല. അടുത്തത് 22 വാക്യം. 22 വായിച്ചത്. 21. അക്കാലത്ത് യോശുവ ചെന്ന് മലനാടായ ഹെബ്രോൻ, ദബീർ, അനാബ്, യഹൂദ മലനാട്, ഇസ്രയേല്യ മലനാട് എന്നീ ഇടങ്ങളിൽ നിന്നൊക്കെയും അനാക്യരെ സംഹരിച്ചു. അവരുടെ പട്ടണങ്ങളോട് കൂടെ യോശുവ അവരെ നിർമൂലമാക്കി. കണ്ടോ? ഇപ്പൊ മനസ്സിലായോ? പിതാക്കന്മാരുടെ അവകാശത്തെ മുടിച്ചു കളഞ്ഞ ചില ആധിപത്യങ്ങളെ ദൈവം ഒരുത്തനെ ടച്ച് ചെയ്തപ്പോ അവൻ ചെന്ന് അതിനെ എന്ത് ചെയ്യുക? നിർമൂലമാക്കി. സ്തോത്രം. പക്ഷെ യോശുവയ്ക്ക് കഴിയാതെ പോയൊരു കാര്യമുണ്ട്. എന്താ? അതാ അവരെ മുഴുവൻ നശിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷെ അവർ ഒരു കോർണർ ചെയ്ത് ചില പ്ലേസിൽ അവരെ എന്ത് ചെയ്തു? ആക്കി വെച്ചു. അന്നേരം ഒന്നും കുഴപ്പം വന്നില്ല. പക്ഷെ പിന്നെ കുഴപ്പം വന്നു. ഈ 1 ശമൂവേൽ 17:4 ഗത്യനായ ഗോലിയാത്ത്. അല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തോണം. ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും വചനത്തിന്റെ വെളിപ്പാട് ദൈവം തരുമ്പോഴൊക്കെ ആ കാര്യം ചെയ്തോണം. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ടെറിറ്റോറിയൽ പവേഴ്സ്, ദേശശക്തികൾ, ടെറിറ്റോറിയൽ സ്പിരിറ്റ് അല്ല, ടെറിറ്റോറിയൽ പവേഴ്സ്, ദേശശക്തികൾ അങ്ങനെ ആ ദേശശക്തിയിൽ ഒന്ന് അസ്തോദിൽ നിന്നത്. ഒന്ന് ദാഗോൻ ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പ് വീണു അല്ലേ? പിന്നെ അവരവനെ എന്ത് ചെയ്തു? പുനഃപ്രതിഷ്ഠ ചെയ്തു വെച്ചു. സംഭവിച്ചെന്താ? വീണ്ടും പെട്ടകത്തിന്റെ മുമ്പിൽ അവൻ വീണു. അവന്റെ തലയും കൈപ്പത്തിയും ഉമ്മരപ്പടി മേൽ എന്ത് ചെയ്തു? മുറിഞ്ഞു. പക്ഷെ അവരവനെ എന്ത് ചെയ്തു? വീണ്ടും അവന്റെ സ്ഥാനത്ത് നിർത്തി. കാലിനെ കുറിച്ച് പറയുന്നില്ല, കാരണം ദാഗോൻ ഒരു മത്സ്യകന്യകയാന്നാ പറയുന്നത്, വാലെ കുത്തുന്ന ഒരു ശക്തി. പക്ഷേ ഫിലിപ്പോസിനെ ഈ അസ്തോദിലേക്ക് ദൈവം അയക്കുക. എങ്ങനെ? ആത്മാവിനെ എടുത്തോണ്ട് പോയി. എന്നാ കാരണം? അസ്തോദിൽ ഒരു തടസ്സം നിപ്പുണ്ട്. അസ്തോദിൽ ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. ആ സ്ട്രോങ് ഹോൾഡ് തകരണമെങ്കിൽ ദൈവാത്മാവ് നിന്നെ എന്ത് ചെയ്യണം? ഒന്ന് ഫ്ലൈ ചെയ്യിപ്പിക്കണം.
ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള ദൂതിത, ചില തടസ്സങ്ങളെ വെട്ടിക്കളയുടെ സമയമായത്. ഇനിയും സമയം വിട്ടുകൊടുക്കരുത്, ഇനിയും വിട്ടുകൊടുക്കരുത്. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദ ജാതിക്ക് മറ്റൊരിടത്തുനിന്ന് രക്ഷ വരും. പക്ഷെ നീയും നിന്റെ പിതൃഭവനവും അങ്ങനൊരു കാലത്തേക്കാ ദൈവം നിന്നെ രാജസ്ഥാനത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത്. ഇത് പോരാടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇത് ദൈവകൃപ ഏറ്റെടുക്കേണ്ട സമയമാണ്. ഇത് അത്യന്ത ശക്തി പ്രാപിക്കേണ്ട സമയമാണ്. ഇത് ആത്മാ കൃപ പ്രാപിക്കേണ്ട സമയമാണ്. ഇത് അഭിഷേകത്തിന്റെ ശക്തി ഏറ്റെടുക്കേണ്ട സമയമാണ്. ഇരുത്തിക്കളഞ്ഞ ചിലതിനെ വെട്ടിക്കളഞ്ഞ് ആത്മശക്തി ഏറ്റെടുത്ത് ഒന്ന് മുന്നേറാൻ എത്ര പേര് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്? നിങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, അത് കോട്ടകൾ ഇടിക്കുന്നതാ, അതെല്ലാം മുഖത്തെയും തകർക്കുന്നതാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവകൃപയുടെ മഹത്വം തന്റെ ജനത്തിന്റെ മേൽ ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുകയാ. ശബനാരവ. ഞാൻ ഇനി വചനം ഒന്നും പ്രസംഗിക്കുന്നില്ല, മതി. ഇതിൽ കൂടുതൽ ഒരു വചനത്തിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഒരല്പസമയം നമ്മൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാവരും പ്രാർത്ഥിച്ചേ. ശബാരാധാര ഉടവനാരവ. ഓ റഗൽ കടകി ചുടാര ജൂഡാരാബാര. ഏലിയാവെ, നിനക്ക് വിടുന്ന കാര്യം, എഴുന്നേക്ക്. ഒരു ദൂരയാത്രയ്ക്ക് വേണ്ടി എഴുന്നേക്ക്. എന്താ നിന്നെ ഇരുത്തിക്കളഞ്ഞത്? ഏത് കാര്യത്തിലാണ് നീ ഇരുന്നു പോയത്? ഇന്ന് രാത്രി സ്വർഗം പറയാം, നീ എഴുന്നേക്ക്. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ വീടിനകത്ത് ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ശംതാരാബാര ദൂരാരാബാര റഗരഗത്തരാധരാധരാധരക്ഷസി. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്ന് വിജയം പ്രാപിപ്പാ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്ന് വിജയം പ്രാപിപ്പാ. കേൾക്കാറാധ്വനി നാം പോകാറാ ഈ പാർത്തലം വിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഒരു സർവായുധം ധരിക്ക്. ദുഷ്ടനോട് എതിർത്ത് നിൽക്കാൻ നിങ്ങളുടെ പോരിന്റെ ഒരല്പസമയം പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി സമയത്ത് തന്റെ ജനത്തിന്റെ മേൽ ഒരു പ്രത്യേക ദൈവകൃപ സ്വർഗം പകരുന്നത് എനിക്കറിയാം. മുന്നോട്ട് വിടാതെ, ഓ കാലിൽ ബന്ധിച്ചു നിൽക്കുന്ന ചില ചങ്ങലകൾ തനിയെ ഇന്ന് രാത്രി തകർന്നു മാറട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ. രോഗമിട്ട് ബന്ധിക്കുന്ന, കടഭാരമിട്ട് ബന്ധിക്കുന്ന, ഇരുത്തിക്കളയാൻ നിന്റെ നേരെ വലവിരിച്ചിടുന്ന ദുഷ്ട പദ്ധതികളുടെ മേൽ ഞാൻ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ജയത്തെ കൽപ്പിക്കുക. കർത്താവേ, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എഡിസൺ ക്രിസ്റ്റൽ പ്രയർ ഫെലോഷിപ്പ് ഈ കൂട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഫ്രൈഡേ പ്രയർ ഒത്തിരി അനുഗ്രഹമാണല്ലോ, ഒത്തിരി പ്രിയപ്പെട്ടവരെ തൊടുന്നതാണല്ലോ, ഒത്തിരി പ്രിയപ്പെട്ടവരെ സ്പർശിക്കുന്നതാണല്ലോ. ഇന്ന് രാത്രി ഞങ്ങൾ വചനം പങ്കുവെച്ചപ്പോൾ ഒത്തിരി പേരെ തൊടട്ടെ, ഒത്തിരി പേരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, ഒത്തിരി പേരെ ബൈൻഡ് ചെയ്യുന്ന എല്ലാ ജാം ചെയ്യുന്ന എല്ലാ ആധിപത്യങ്ങളും ഇന്ന് രാത്രി തകരട്ടെ. കർത്താവിന്റെ ടച്ചിനാൽ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം ജനത്തിന്റെ കുടുംബങ്ങളിൽ വ്യാപരിക്കാൻ പ്രാർത്ഥിക്കും. പ്രത്യേകം ബ്ലസ് ചെയ്യും, പ്രത്യേകം അനുഗ്രഹിക്കും. ദൈവകൃപ ധാരാളം പകരും. പുനരുദ്ധാനത്തിന്റെ ശക്തി അയക്കും. സ്വാതന്ത്ര്യത്തോടെ ജനത്തെ നടത്തും, സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. ഈ അവസരം ഒരുക്കിയ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേക നന്ദി. ഗോഡ് ബ്ലസ് യു. താങ്ക് യു പാസ്റ്ററെ. കേൾപ്പിച്ച വചനങ്ങൾക്ക് മുമ്പിൽ നമ്മൾക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മളെ ഇരുത്തിക്കളയുന്നതായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ കർത്താവിന് പറയാനുള്ളത് ഇരുന്നിടത്ത് ഇരിക്കാനല്ല, എഴുന്നേൽക്കുക. കാരണം ചിലത് അക്കംപ്ലിഷ് ചെയ്യാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഇരുന്നിടത്ത് ഇരുന്നാൽ നമ്മൾക്ക്
ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം തലമുറകളിൽ കൂടെ കർത്താവിന്റെ ദാസൻ പറഞ്ഞത്, ആ മനശ്ശെയും ഒക്കെ അനുഗ്രഹിക്കുമ്പോൾ പറഞ്ഞ വാക്ക് പൂർത്തിയാകണമെങ്കിൽ ഉണ്ടായ ദുഃഖത്തിൽ ആ കുടുംബം ഇരുന്നു പോയെങ്കിൽ ആ ഉണ്ടായ ദുഃഖത്തിൽ അവിടെ ഇരിക്കുകയുള്ളൂ. എഴുന്നേൽക്കുക. നമ്മൾക്ക് ചില വാഗ്ദത്തങ്ങൾ പ്രാപിക്കാനുണ്ട്. എഴുന്നേറ്റ് വാഗ്ദത്തങ്ങൾ പ്രാപിക്കാനായി നമ്മൾക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കാം. കഴിഞ്ഞ കാലങ്ങളെ മറക്കാൻ കർത്താവിന്റെ ദാസൻ പലതവണ എടുത്ത് പറഞ്ഞ ഒരു വാക്കാണ് കഴിഞ്ഞ കാലങ്ങളെ മറക്കുവാൻ. കഴിഞ്ഞ കാലങ്ങളെ മറന്നിട്ട് പുതിയതൊന്നിനു വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നവന്റെ പാദപീഠത്തിൽ നമ്മൾക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങൾ ശ്രവിച്ച എല്ലാവരെയും നമ്മൾ ജീവിതത്തിൽ പ്രായോഗികം വചനം കേട്ട് ഒരു ചെവി കൂടെ മറ്റേ ചെവിയിൽ കൂടെ ഇറങ്ങിപ്പോകുന്നവരായിട്ടല്ല, അത് നമ്മളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമ്മൾ അതിനെ നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നവരാണ്. എവിടെയെങ്കിലും തളർന്നു പോയിട്ടെങ്കിൽ ഇനി എന്നെ കൊണ്ട് കൊള്ളത്തില്ല, എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഇരിക്കാതെ എഴുന്നേൽക്കാൻ ഈ കാലങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രിയ മാത്യു ബ്രദർ പ്രാർത്ഥിക്കും, പാസ്റ്റർ ആശീർവാദം പറയും. ക്രിസ്തുയേശു കൂടി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ നിനക്ക് പിന്നെയും സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ രക്തത്തിന്റെ വിലയായി ഞങ്ങൾക്ക് പിന്നെ ഈ സന്ധ്യാസമയം കടന്നു വന്ന കർത്താവ് ഒരാഴ്ചയ്ക്ക് ശേഷം കടന്നു വരുവാനും പാടുവാനും പ്രാർത്ഥിപ്പാനും സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനം നിന്റെ ദാസങ്ങൾ കൂടി ഞങ്ങൾ കേൾക്കുവാനും അത് മനുഷ്യ ശബ്ദമല്ല ദൈവശബ്ദമായി തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങൾ സ്വീകരിപ്പാനും സന്ധ്യാസമയം ഞങ്ങൾക്ക് നൽകി തന്ന സാവകാശനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഇരിക്കുന്ന ഇടത്ത് നിന്ന് എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ കർത്തവ്യത്തിന്റെ പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് ഓരോരുത്തരെയും അവിടെ സഹായിക്കണമേ ഞങ്ങളങ്ങ് അവിടെ പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയത്തിലാണ്, എങ്ങനെയാണ്, ഏതാണ് എന്ന് ഓരോരുത്തർ ഞങ്ങൾ അറിയുന്നില്ല എങ്കിലും കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും കാണുകയും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവായിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. നാൾതോറും ഞങ്ങൾക്ക് പുതിയ വഴികളെ തുറന്ന് പുതിയ മുഖാന്തരങ്ങളെ ഒരുക്കി നാൾതോറും ക്രിസ്തു സ്നേഹത്തിൽ ഞങ്ങളെ നടത്തുന്ന ദൈവസ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ തന്നെ സ്തുതിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ നാമം വാഴ്ത്തപ്പെട്ട് സ്തുതിക്കപ്പെട്ട് ഞങ്ങൾ ഭൂലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങളായിരിക്കും ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ നിന്ന് നിനക്ക് സ്വരപ്പുള്ള യാഗം അർപ്പിച്ചുകൊണ്ട് നാൾതോറും മുൻപോട്ട് പോകാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. മാത്യു ബ്രദറെ അൺമ്യൂട്ട് ചെയ്യണേ. മാത്യു ബ്രദറെ അൺമ്യൂട്ട് ചെയ്യണേ. ആമേൻ, ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിറവുകളും വാഴ്വുകളും ഇന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമായ എല്ലാ പ്രിയപ്പെട്ട ദൈവജനത്തോടും കൂടെ കർത്താവിൻ്റെ വരവോളം പരിധിയില്ലാതെ കാലാവസ്ഥാനം കൂടാതെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട ദൈവവും ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു പാസ്റ്ററെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും സ്നേഹാന്വേഷണം അറിയിക്കുക. തീർച്ചയായിട്ടും കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ വീണ്ടും നന്ദി പറയുന്നു. അടുത്ത ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ടായിരിക്കും. അടുത്ത ആഴ്ചയിൽ സ്റ്റീവ് പാസ്റ്ററാണ് വചനം സംസാരിക്കുന്നത്. നാട്ടിൽ നിന്നും ജോയിൻ ചെയ്യുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്രിസ്മസിന്റെ കാലമൊക്കെയാണ്. ഒരു വർഷം കടന്നു പോകുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയോടെ നമ്മളെ ഒരു വർഷം കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾക്ക് നന്ദിയോടെ
നമ്മൾക്കായിരിക്കാം. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.